ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ടു അവർ ചാനൽ ഈസി രസതന്ത്ര. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് +1 കെമിസ്ട്രിയിലെ സം ബേസിക് കൺസെപ്റ്റ്സ് ഓഫ് കെമിസ്ട്രി എന്ന് പറയുന്ന ചാപ്റ്ററിനെ കുറിച്ചാണ്. അപ്പോൾ എന്താണ് കെമിസ്ട്രി എന്ന് പറയുന്നത്? കെമിസ്ട്രി ഈസ് ദ ബ്രാഞ്ച് ഓഫ് സയൻസ് ദാറ്റ് ഡീൽസ് വിത്ത് പ്രോപ്പർട്ടീസ്, സ്ട്രക്ചർ ആൻഡ് കോമ്പോസിഷൻ ഓഫ് മാറ്റർ. ഏതൊരു മാറ്ററിൻ്റെയും പ്രോപ്പർട്ടീസ്, സ്ട്രക്ചർ, കോമ്പോസിഷൻ ഇവയെല്ലാം ഡിസ്കസ് ചെയ്യുന്ന ഒരു ബ്രാഞ്ച് ഓഫ് സയൻസ് എന്ന് പറയുന്നതാണ് കെമിസ്ട്രി എന്ന് പറയുന്നത്. ഒരുപാട് തരത്തിലുള്ള കെമിസ്ട്രി ഉണ്ട്, ബ്രാഞ്ചസ് ഓഫ് കെമിസ്ട്രി. സം എക്സാമ്പിൾസ് ആർ ഇൻഓർഗാനിക് കെമിസ്ട്രി, ഓർഗാനിക് കെമിസ്ട്രി, ബയോ കെമിസ്ട്രി, ഇൻഡസ്ട്രിയൽ കെമിസ്ട്രി, മെഡിസിനൽ കെമിസ്ട്രി, എക്സെട്ര എക്സെട്ര എക്സെട്ര. ദെൻ ഇമ്പോർട്ടൻസ് ഓഫ് കെമിസ്ട്രി. കെമിസ്ട്രിയിലെ ഇമ്പോർട്ടൻസ് എന്തൊക്കെയാണെന്ന് നോക്കാം. സയൻസിൻ്റെ ഏത് ഭാഗം, ബയോളജി, ഫിസിക്സ് എന്തെടുത്താലും അതിൻ്റെ ഒരു സെൻട്രൽ റോൾ എന്ന് പറയുന്നത് കെമിസ്ട്രി ആയിരിക്കും. അതായത് കെമിസ്ട്രി എന്ന് പറയുന്നത് എല്ലാ ബ്രാഞ്ച് ഓഫ് സയൻസുമായിട്ട് ഒരു മിങ്കിൾ ചെയ്യപ്പെട്ടിരിക്കുന്നു. അതിൻ്റെ മേജർ പാർട്ട് എന്ന് പറയുന്നത് കെമിസ്ട്രി തന്നെ ആയിരിക്കും. ഫോർ എക്സാമ്പിൾ വെതർ പാറ്റേൺസ് നോക്കാം, അല്ലെങ്കിൽ ഫങ്ഷനിങ് ഓഫ് ബ്രെയിൻ, അതല്ലെങ്കിൽ ഇൻഡസ്ട്രീസിലെ പലതരം പ്രൊഡക്ഷൻ, മാനുഫാക്ചറിങ് ഓഫ് അല്ലെങ്കിൽ ഫെർട്ടിലൈസേഴ്സ് മാനുഫാക്ചർ ചെയ്യുന്നിടത്ത് ആസിഡ്, ആൽക്കലി, സോപ്പ്, ഡ്രഗ്, എന്തിനേറെ പറയുന്നു നമ്മുടെ അലോയ്സ്, പ്ലാസ്റ്റിക്കിൽ വരെ കെമിസ്ട്രി എന്ന് പറയുന്ന ഒരു ബ്രാഞ്ച് ഓഫ് സയൻസ് ഒളിഞ്ഞു കിടക്കുന്നുണ്ട്. നമ്മുടെ നിത്യോപയോഗ സാധനങ്ങളിലേക്ക് വന്ന നമ്മുടെ ഫുഡ് എന്ന് പറയുന്നതിനകത്തും ഉണ്ട് കെമിസ്ട്രി എന്ന് പറയുന്ന ഒരു ഭാഗം. നമ്മൾ ദിവസവും യൂസ് ചെയ്യുന്ന ഡെയിലി പ്രോഡക്ട്സ്, ഹെൽത്ത് കെയർ പ്രോഡക്ട്സ്, ഷാംപൂ, സോപ്പ്, ടൂത്ത് പേസ്റ്റ്, ഇവയിലെല്ലാം കെമിസ്ട്രി അടങ്ങിയിട്ടുണ്ട്. പല കെമിക്കൽസും അടങ്ങിയിട്ടുണ്ട്. ഇനി നമ്മുടെ ലൈഫിനെ സേവ് ചെയ്യുന്ന പല ഡ്രഗ്സും ഐസൊലേറ്റ് ചെയ്യാൻ വേണ്ടി നാച്ചുറൽ സോഴ്സിൽ നിന്നും ഐസൊലേറ്റ് ചെയ്യുന്നത് കെമിസ്ട്രി എന്ന ഭാഗത്തിലൂടെ തന്നെയാണ്, ആ സയൻസിലൂടെ തന്നെയാണ്. ഒരു എക്സാമ്പിൾ നോക്കിക്കഴിഞ്ഞാൽ പെൻസിലിൻ എന്ന് പറയുന്ന ഡ്രഗ്സ്, അല്ലെങ്കിൽ ആസ്പിരിൻ, ഇതെല്ലാം നാച്ചുറൽ സോഴ്സിലൂടെ ഐസൊലേറ്റ് ചെയ്തെടുക്കുന്ന സം ഡ്രഗ്സ് ആണ്. അതുപോലെ തന്നെ സിസ്പ്ലാറ്റിൻ ആൻഡ് ടാക്സോൾ, ഈ രണ്ട് ഡ്രഗ്സ് എന്ന് പറയുന്നത് ക്യാൻസർ തെറാപ്പിക്ക് വളരെ എഫക്റ്റീവായിട്ടുള്ള 2 ടൈപ്സ് ഓഫ് ഡ്രഗ്സ് ആണത്. അതുപോലെ തന്നെയാണ് അസിഡോതൈമിഡിൻ, എയ്ഡ്സ് പേഷ്യൻസിൽ യൂസ് ചെയ്യുന്ന ഡ്രഗ്സ് ആണ് അസിഡോതൈമിഡിൻ എന്ന് പറയുന്ന ഈ ഡ്രഗ്സ്. ഇനി നമ്മുടെ രാജ്യത്തിൻ്റെ ഡെവലപ്മെൻറ്റിന്, ഗ്രോത്തിന്, ഇതിനെല്ലാം കെമിസ്ട്രി എന്ന് പറയുന്നത് ഒരുപാട് കോൺട്രിബ്യൂഷൻസ് കൊടുക്കുന്നുണ്ട്. സ്പെസിഫിക് ആയിട്ട് മാഗ്നറ്റിക്, ഇലക്ട്രിക് ആൻഡ് ഒപ്റ്റിക്കൽ പ്രോപ്പർട്ടീസ് ഉള്ള ന്യൂ മെറ്റീരിയൽസ് ഡിസൈൻ ചെയ്യാൻ കെമിക്കൽ പ്രിൻസിപ്പിൾസ്, നമ്മൾ യൂസ് ചെയ്യുന്ന അല്ലെങ്കിൽ നമ്മൾ പഠിക്കുന്ന പല കെമിക്കൽ പ്രിൻസിപ്പിൾസും സഹായകമാകുന്നുണ്ട്. ഈ പ്രിൻസിപ്പിൾസാണ് ഭാവിയിലെ സൂപ്പർ കണ്ടക്റ്റിംഗ് സെറാമിക്സ് ആയിട്ടും, കണ്ടക്റ്റിംഗ് പോളിമേഴ്സ് ആയിട്ടും, ഒപ്റ്റിക്കൽ ഫൈബേഴ്സ് ആയിട്ടും കണ്ടുപിടുത്തങ്ങളിലേക്ക് മാറുന്നത്, അല്ലെങ്കിൽ ഈ വക കണ്ടുപിടുത്തങ്ങളിലേക്ക് വെളിച്ചം വീശുന്നത് കെമിസ്ട്രി എന്ന് പറയുന്ന ആ ടോപ്പിക്കാണ്. കെമിസ്ട്രിയിലെ പല പ്രിൻസിപ്പിൾസുമാണ്. കഴിഞ്ഞ കുറേ വർഷങ്ങളായിട്ട് നമ്മുടെ എൻവയോൺമെൻറ്റിൽ നമുക്ക് സഹിക്കാൻ വയ്യാത്തൊരു എൻവയോൺമെൻറ്റൽ ഡീഗ്രഡേഷൻ നടന്നുകൊണ്ടിരിക്കുകയായിരുന്നു. അതായത് അത് ഡീൽ ചെയ്യാനും കെമിസ്ട്രി സഹായിക്കുന്നുണ്ട്. ഏതാണെന്ന് പറഞ്ഞാൽ നമ്മുടെ സ്ട്രാറ്റോസ്ഫിയറിലെ ഓസോൺ ഡിപ്ലീഷന് കാരണമാകുന്ന ഒരു ഫാക്ടറായിരുന്നു ക്ലോറോ ഫ്ലൂറോ കാർബൺ, അല്ലെങ്കിൽ CFC എന്ന് പറയുന്നത്. ആ കണ്ടന്റിന് പകരം പോലും ഒരു സേഫർ ഓൾട്ടർനേറ്റീവ് സിന്തസിസ് ചെയ്യാൻ കെമിസ്ട്രിക്ക് കഴിഞ്ഞു. അങ്ങനെ ഒരു പ്രശ്നം സോൾവ് ചെയ്യപ്പെട്ടു കഴിഞ്ഞു എങ്കിലും ഇപ്പോഴും ധാരാളം എൻവയോൺമെൻറ്റൽ പ്രോബ്ലംസ് ഇപ്പോഴും നിലനിൽക്കുന്നുണ്ട്. അതുപോലെ ഒന്നാണ് മാനേജ്മെൻറ്റ് ഓഫ് ദ ഗ്രീൻ ഹൗസ് ഗ്യാസസ് ലൈക്ക് കാർബൺ ഡൈ ഓക്സൈഡ് ആൻഡ് മീഥേൻ എക്സെട്ര, അതുപോലുള്ള ചില ഗ്യാസസ്. ബയോകെമിക്കൽ പ്രോസസ്സിൻ്റെ അണ്ടർസ്റ്റാൻഡിങ്, ലാർജ് സ്കെയിൽ പ്രൊഡക്ഷൻ ഓഫ് കെമിക്കൽസിലെ എൻസൈം, പുതിയ എക്സോട്ടിക് മെറ്റീരിയൽസിൻ്റെ സിന്തസിസ്, ഇതെല്ലാം ഭാവിയിലെ കെമിസ്ട്രികൾക്ക് ഒരു ഇൻ്റലക്ച്വൽ ചലഞ്ച് തന്നെ കാണിക്കുന്നതാണ് ഈ വക പുതിയ പുതിയ കണ്ടുപിടുത്തങ്ങൾ എന്ന് പറയുന്നത്. അപ്പോൾ നമ്മുടെ ടോപ്പിക്കിനുള്ളിലേക്ക് വരുമ്പോൾ ഫസ്റ്റ് ടോപ്പിക് എന്ന് പറയുന്നത് നേച്ചർ ഓഫ് മാറ്റർ. എനിത്തിങ് വിച്ച് ഹാസ് മാസ് ആൻഡ് ഒക്യുപ്പൈസ് സ്പേസ് ഈസ് കോൾഡ് മാറ്റർ. എന്തിനാണോ മാസും അതിനെ ഒക്യുപ്പൈ ചെയ്യാൻ ഒരു സ്പേസും ഉണ്ടായിരിക്കുക, അതിനെയാണ് മാറ്റർ എന്ന് പറയുന്നത്. അതിൻ്റെ ഫിസിക്കൽ സ്റ്റേറ്റ് വച്ചിട്ട് മാറ്ററിനെ പലതായിട്ട് ഡിവൈഡ് ചെയ്തിട്ടുണ്ട്. അതിൽ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളതാണ് സോളിഡ് സ്റ്റേറ്റ്, ലിക്വിഡ് സ്റ്റേറ്റ് ആൻഡ് ഗേഷ്യസ് സ്റ്റേറ്റ് എന്ന് പറയുന്നത്. വീണ്ടും പല സ്റ്റേറ്റ്സ് ഉണ്ട്. പ്ലാസ്മ സ്റ്റേറ്റ് ഉണ്ട്, ബോസൈൻസ്റ്റീൻ കണ്ടൻസേറ്റ് ഉണ്ട്, ഫെർമിയോണിക് കണ്ടൻസേറ്റ് ഉണ്ട്. ഇപ്പം നമുക്കിവിടെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് വേണ്ടത് സോളിഡ് സ്റ്റേറ്റ്, ലിക്വിഡ് സ്റ്റേറ്റ് ആൻഡ് ഗേഷ്യസ് സ്റ്റേറ്റ് ആണ്.
ഫസ്റ്റ് സോളിഡ് സ്റ്റേറ്റ്. വെരി ക്ലോസ്ലി ഹെൽഡഡ് പാർട്ടിക്കിൾസ് ആർ സോളിഡ്സ്. ആ ഫിഗർ നോക്കുമ്പോൾ നമുക്കറിയാം പാർട്ടിക്കിൾസ് എല്ലാം വളരെ ക്ലോസ് ആയിട്ട് ഹോൾഡ് ചെയ്യപ്പെട്ടിരിക്കും. അത് അതിന് ഒരു ഓർഡർലി ഫാഷനിലും ആയിരിക്കും, എങ്ങനെയെങ്കിലുമൊക്കെ ആയിരിക്കില്ല, കറക്റ്റ് ഓർഡറിൽ വളരെ ക്ലോസ് ആയിട്ട് പാക്ക് ചെയ്തേക്കുന്ന പാർട്ടിക്കിൾസിനെയാണ് സോളിഡ് എന്ന് പറയുന്നത്. സ്റ്റേറ്റ്സ് ഓഫ് മാറ്ററിനെയാണ് സോളിഡ് എന്ന് പറയുന്നത്. അവിടെ പാർട്ടിക്കിൾസിന് അങ്ങോട്ടും ഇങ്ങോട്ടും മൂവ് ചെയ്യാനുള്ള ഫ്രീഡം ഉണ്ടായിരിക്കില്ല. പാർട്ടിക്കിൾസ് എല്ലാം ടൈറ്റ്ലി പാക്ക് ആയിരിക്കും, ഒരു പാർട്ടിക്കുലർ ഷേപ്പ് ഉണ്ടായിരിക്കും, ഒരു വോളിയം ഉണ്ടായിരിക്കും. അതിന് എമൗണ്ട് ഓഫ് എനർജി എന്ന് പറയുന്നത് വളരെ ലോവസ്റ്റ് ആയിട്ടുള്ള ഒരു എമൗണ്ട് ഓഫ് എനർജി ആയിരിക്കും ഉണ്ടായിരിക്കുന്നത്. ഇതാണ് സോളിഡ് സ്റ്റേറ്റ് എന്ന് പറയുന്നത്. ഇനി ലിക്വിഡ്സിലേക്ക് വരുമ്പോൾ സോളിഡിനെ അപേക്ഷിച്ച് അവിടെ പാർട്ടിക്കിൾസിന് ഫിഗർ നോക്കുമ്പോൾ തന്നെ അറിയാം മൂവ് ചെയ്യാൻ കുറച്ചൊരു സാധ്യത കൂടുതലുണ്ട്. പാർട്ടിക്കിൾസ് ആർ ക്ലോസ് ടു ഈച്ച് അതർ ആണ്, പക്ഷേ ബട്ട് ദേ ക്യാൻ മൂവ് എറൗണ്ട്. അങ്ങോട്ടും ഇങ്ങോട്ടും അതിന് ഒരു പരിധി വരെ മൂവ് ചെയ്യാൻ പറ്റും. ക്ലോസ്ലി പാക്ഡ് അല്ല, ബട്ട് ദേ ക്യാൻ മൂവ് എറൗണ്ട്. ഗ്യാസ് ആണെങ്കിൽ പാർട്ടിക്കിൾസ് എല്ലാം വളരെ വിശാലമായിട്ടായിരിക്കും, നല്ല ഡിസ്റ്റൻസിലായിരിക്കും, ഫാർ എപ്പാർട്ട് ആസ് കമ്പയർഡ് ടു സോളിഡ്സ് ആൻഡ് ലിക്വിഡ്സ്. ഇവിടെ മൂവ്മെൻറ്റ് ഈസ് ഈസി ആൻഡ് ഫാസ്റ്റ് ആണ്. നമ്മളൊരു ബലൂൺ തുറന്ന് വിട്ട് കഴിഞ്ഞാൽ അതിൽ നിന്ന് അതിനകത്തുള്ള എയർ പുറത്തു പോകാൻ എത്ര സമയമെടുക്കുന്നു അതുപോലെ ആയിരിക്കും. ഇവിടെ മൂവ്മെൻറ്റ് എന്ന് പറയുന്നത് വളരെ ഈസി ആൻഡ് ഫാസ്റ്റ് ആയിരിക്കും. അപ്പോൾ ഇതെല്ലാം വെച്ചിട്ട് നമുക്ക് കുറച്ച് ക്യാരക്ടറിസ്റ്റിക്സ് പ്രോപ്പർട്ടീസ് നോക്കുകയാണെങ്കിൽ, സോളിഡ്സ് ഹാവ് ഡെഫിനിറ്റ് വോളിയം ആൻഡ് ഡെഫിനിറ്റ് ഷേപ്പ്. സോളിഡിന് ഡെഫിനിറ്റ് ആയിട്ടൊരു വോളിയം ഉണ്ട്, ഡെഫിനിറ്റ് ആയിട്ട് അതിനൊരു ഷേപ്പും ഉണ്ടായിരിക്കും. ലിക്വിഡ്സ് ഹാവ് ഡെഫിനിറ്റ് വോളിയം ഉണ്ട്, പക്ഷേ ഡു നോട്ട് ഹാവ് ഡെഫിനിറ്റ് ഷേപ്പ്. നമ്മളൊരു ഗ്ലാസ്സിൽ വെള്ളം എടുക്കുകയാണെങ്കിൽ അതിൻ്റെ ഷേപ്പ് എന്താണെന്ന് ചോദിച്ചാൽ ആ ഗ്ലാസിൻ്റെ ഷേപ്പ് ആയിരിക്കും. തറയിൽ ഒഴുകി കിടക്കുന്ന ലിക്വിഡ് ആണെങ്കിൽ അതിന് ആ ഷേപ്പ് ആയിരിക്കും. അപ്പോൾ അതിനൊരു പർട്ടിക്കുലർ ഷേപ്പ് നമുക്ക് പറയാൻ കഴിയില്ല, പക്ഷേ ലിക്വിഡ്സ് ഹാവ് ഡെഫിനിറ്റ് വോളിയം ഉണ്ടായിരിക്കും. ഗ്യാസസ് ഹാവ് നെയ്തർ ഡെഫിനിറ്റ് വോളിയം നോ ഡെഫിനിറ്റ് ഷേപ്പ്. ഷേപ്പും ഇല്ല, ഡെഫിനിറ്റ് ആയിട്ടൊരു വോളിയം ഇല്ല. ദേ കംപ്ലീറ്റ്ലി ഓക്യുപ്പൈ ദ സ്പേസ് ഇൻ ദ കണ്ടെയ്നർ ഇൻ വിച്ച് ദേ ആർ പ്ലേസ്ഡ്. അത് ഏത് കണ്ടെയ്നറിലാണോ ഇരിക്കുന്നത് ആ കണ്ടെയ്നറിൻ്റെ സ്പേസ് ആയിരിക്കും അത് ഓക്യുപ്പൈ ചെയ്തിരിക്കുന്നത്. ഈ 3 സ്റ്റേറ്റ്സ് ഓഫ് മാറ്റർ എന്ന് പറയുന്നത് ഇൻ്റർ കൺവേർട്ടിബിൾ ആണ് ബൈ ചേഞ്ചിങ് ദ കണ്ടീഷൻസ് ഓഫ് ടെമ്പറേച്ചർ ആൻഡ് പ്രഷർ. ടെമ്പറേച്ചറിൻ്റെയും പ്രഷറിൻ്റെയും അടിസ്ഥാനത്തിൽ ഈ 3 സോളിഡ്, ലിക്വിഡ്, ഗ്യാസ് എന്ന് പറയുന്നത് അങ്ങോട്ടും ഇങ്ങോട്ടും ഇൻ്റർ കൺവേർട്ടിബിൾ ആണ്. അതായത് സോളിഡ്, നമ്മൾ ഐസ് ക്യൂബ് എടുക്കാം, അതിനൊന്ന് ഹീറ്റ് ചെയ്ത് കഴിഞ്ഞാൽ അത് ലിക്വിഡിലേക്ക് മാറും, വീണ്ടും ഹീറ്റ് ചെയ്താൽ ഗ്യാസായി മാറും. ആ ഗ്യാസ് തിരിച്ച് കൂൾ ചെയ്യുകയാണെങ്കിൽ തിരിച്ച് ലിക്വിഡിലേക്ക് വരും, വീണ്ടും കൂളിംഗ് കൂടുകയാണെങ്കിൽ സോളിഡിലേക്ക് വരും. അതുകൊണ്ടാണ് ദീസ് 3 സ്റ്റേറ്റ്സ് ഓഫ് മാറ്റർ, സോളിഡ്, ലിക്വിഡ്, ഗ്യാസ് എന്ന് പറയുന്നത് ഇൻ്റർ കൺവേർട്ടിബിൾ ആണെന്ന് പറയാൻ കാരണം. നെക്സ്റ്റ്, ക്ലാസിഫിക്കേഷൻ ഓഫ് മാറ്റർ. ബേസ്ഡ് ഓൺ ദ കെമിക്കൽ composition, matter can be divided into 2 categories. First one is pure substances and second one is mixtures. Pure substance പേര് പോലെ തന്നെ when all constant particles of a substance are same in chemical nature. ഒരു എന്തെങ്കിലും ഒരു കെമിക്കൽ കിട്ടി അതിനകത്തുള്ള എല്ലാ പാർട്ടിക്കിൾസും ഒരേ സബ്സ്റ്റൻസ് തന്നെ അല്ലെങ്കിൽ ഒരേ കെമിക്കൽ നേച്ചർ തന്നെയാണ് എങ്കിൽ അതിനെയാണ് നമ്മൾ പ്യുവർ സബ്സ്റ്റൻസ് എന്ന് പറയുന്നത്. വാട്ടർ, എക്സാമ്പിൾ വാട്ടർ എടുക്കാം. വാട്ടർ എന്ന് പറഞ്ഞാൽ ആ വാട്ടറിൻ്റെ ഏത് ഭാഗത്തു നിന്നും വാട്ടർ എടുത്താലും അതിനെ വാട്ടർ എന്നല്ലാതെ വേറൊരു പേര് നമുക്ക് പറയാൻ പറ്റില്ല. അതിനകത്ത് കംപ്ലീറ്റ്ലി ഉള്ളത് വാട്ടർ എന്ന് പറയുന്ന പാർട്ടിക്കിൾ തന്നെയാണ്. അതുപോലെ തന്നെയാണ് സോഡിയം, പൊട്ടാസ്യം, ഹൈഡ്രജൻ. നമ്മുടെ പീരിയോഡിക് ടേബിളിൽ ഏത് എലിമെൻ്റ് എടുത്തു കഴിഞ്ഞാലും അതൊരു പ്യുവർ സബ്സ്റ്റൻസ് തന്നെയായിരിക്കും. അതിനകത്ത് മറ്റൊരു മിക്സിംഗ് കൂടെ ഉണ്ടായിരിക്കില്ല. പ്യുവർ സബ്സ്റ്റൻസ് കണ്ടെയ്ൻ ഓൺലി 1 ടൈപ്പ് ഓഫ് പാർട്ടിക്കിൾസ്. ഒരു ടൈപ്പ് ഓഫ് പാർട്ടിക്കിൾസ് മാത്രമേ ഉണ്ടായിരിക്കുള്ളൂ. എക്സാമ്പിൾ സോഡിയം, പൊട്ടാസ്യം, ഹൈഡ്രജൻ, എക്സെട്ര. അതുപോലെ കെയിൻ ഷുഗർ, ഇതെല്ലാം പ്യുവർ സബ്സ്റ്റൻസിന് എക്സാമ്പിളാണ്. പ്യുവർ സബ്സ്റ്റൻസിനെ തന്നെ വീണ്ടും 2ആയിട്ട് ഡിവൈഡ് ചെയ്തിട്ടുണ്ട്, എലിമെൻറ്റ്സ് ആൻഡ് കോമ്പൗണ്ട്സ്. എലിമെൻറ്റ്സ് ഞാൻ പറഞ്ഞു, നമ്മുടെ പീരിയോഡിക് ടേബിളിൽ ഏതൊരു എലിമെൻ്റ് എടുത്താലും അതെന്ന് പറയുന്നത് ഒരു പ്യുവർ സബ്സ്റ്റൻസ് ആണ്. പ്യുവർ സബ്സ്റ്റൻസ് വിച്ച് കണ്ടെയ്ൻ ഓൺലി 1 ടൈപ്പ് ഓഫ് പാർട്ടിക്കിൾ. ദീസ് പാർട്ടിക്കിൾസ് മേ ബി ആറ്റം ഓർ മോളിക്യൂൾ. ഈ പാർട്ടിക്കിൾ എന്ന് പറയുന്നത് ആറ്റം ആവാം, മോളിക്യൂൾ ആവാം. സോഡിയം ആറ്റമാണ്, ഹൈഡ്രജൻ മോളിക്യൂൾ ആവാം, ആറ്റം ആവാം. ദീസ് ആർ എക്സാമ്പിൾസ് ഓഫ് എലിമെൻറ്റ്സ്. നെക്സ്റ്റ്, കോമ്പൗണ്ട്സ്. എന്താണ് കോമ്പൗണ്ട്സ് എന്ന് നോക്കാം. കോമ്പൗണ്ട്സ് ആർ പ്യുവർ സബ്സ്റ്റൻസ് വിച്ച് കണ്ടെയ്ൻ മോർ ദാൻ 1 ടൈപ്പ് ഓഫ് ആറ്റം. ഒരു പ്യുവർ സബ്സ്റ്റൻസ് തന്നെയാണ്, പക്ഷേ അതിനകത്ത് മോർ ദാൻ 1 ആറ്റം ഉണ്ടായിരിക്കും. കാർബൺ ഡൈ ഓക്സൈഡിൻ്റെ കേസ് എടുക്കുകയാണെങ്കിൽ കാർബൺ ഉണ്ട്, അതിനകത്ത് ഓക്സിജനും ഉണ്ട്. വാട്ടറിൻ്റെ കേസ് എടുക്കുകയാണെങ്കിൽ അതിനകത്ത് ഹൈഡ്രജനും ഓക്സിജനും ഉണ്ട്. അമോണിയ ആണെങ്കിൽ നൈട്രജനും ഹൈഡ്രജനും ഉണ്ട്. അതുപോലെ തന്നെയാണ് സൾഫ്യൂരിക് ആസിഡ്. അങ്ങനെ
പ്യുവർ സബ്സ്റ്റൻസ് ആണെങ്കിൽ പോലും അതിനകത്ത് മോർ ദാൻ വൺ ടൈപ്പ് ഓഫ് ആറ്റംസ് ഉണ്ടായിരിക്കും. അതിനെയാണ് കോമ്പൗണ്ട്സ് എന്ന് പറയുന്നത്. നെക്സ്റ്റ് വൺ ഈസ് മിക്സ്ചർ. മിക്സ്ചർ കണ്ടെയ്ൻസ് പാർട്ടിക്കിൾസ് ഓഫ് 2 or more പ്യുവർ സബ്സ്റ്റൻസ്. ഇവിടെ ഒരു പ്യുവർ സബ്സ്റ്റൻസ് ആയിരിക്കില്ല, മോർ ദാൻ വൺ പ്യുവർ സബ്സ്റ്റൻസ്, 2 or more പ്യുവർ സബ്സ്റ്റൻസ് ഉണ്ടായിരിക്കും. വിച്ച് മേ ബി പ്രസൻറ്റ് ഇൻ ഇറ്റ് ഇൻ എനി റേഷ്യോ. ഏത് റേഷ്യോയിൽ വേണമെങ്കിലും ആവാം, ഒന്ന് കൂടിയിരിക്കാം, ഒന്ന് കുറഞ്ഞിരിക്കാം, എങ്ങനെ വേണമെങ്കിലും ആവാം. ഫോർ എക്സാമ്പിൾ ഓൾ ടൈപ്സ് ഓഫ് സൊല്യൂഷൻസ്, നമ്മൾ ഷുഗർ സൊല്യൂഷൻ എടുത്താലും സോൾട്ട് സൊല്യൂഷൻ എടുത്താലും അതിനകത്ത് മോർ ദാൻ വൺ പാർട്ടിക്കിൾസ് ഉണ്ടായിരിക്കും. അതിൻ്റെ എല്ലാ ഭാഗത്തും ഒരുപോലെയാണെന്ന് നമുക്ക് പറയാൻ പറ്റില്ല. ഗോൾഡ് ഓർണമെൻറ്റ്സ്, സീ വാട്ടർ, ടീ, എയർ എക്സെട്ര. പ്യുവർ സബ്സ്റ്റൻസസ് ഫോമിങ് മിക്സ്ചേഴ്സ് ആർ കോൾഡ് ഇറ്റ്സ് കമ്പോണൻസ്. പ്യുവർ സബ്സ്റ്റൻസ് മിക്സ്ചേഴ്സായിട്ട് മാറുമ്പോൾ അതിൻ്റെ ഓരോ ഇതിനെയും ഓരോ പാർട്ടിക്കിളിനെയും നമുക്ക് കമ്പോണൻസ് എന്ന പേരിൽ വിളിക്കാം. നെക്സ്റ്റ് വൺ, മിക്സ്ചേഴ്സ്. There are 2 types of mixtures, homogeneous mixtures and heterogeneous mixtures. The components completely mix with each other. That type of mixtures are known as homogeneous. അതായത് അതിനകത്ത് അടങ്ങിയിരിക്കുന്ന എല്ലാ കമ്പോണൻസും അതിനകത്ത് കംപ്ലീറ്റ്ലി മിക്സിങ് ആയിരിക്കും ത്രൂ ഔട്ട് ദ സൊല്യൂഷൻ. അതായത് യൂണിഫോം കോമ്പോസിഷൻ ആയിരിക്കും ത്രൂ ഔട്ട് സൊല്യൂഷൻ ഫുള്ളായിട്ടും അതിൽ യൂണിഫോം കോമ്പോസിഷൻ ആയിരിക്കും. അങ്ങനെയുള്ള മിക്സ്ചേഴ്സിനെയാണ് ഹോമോജീനിയസ് മിക്സ്ചേഴ്സ് എന്ന് പറയുന്നത്. ഇൻ എ ഹോമോജീനിയസ് മിക്സ്ചേഴ്സ് the components completely mix with each other. Mixtures having uniform composition throughout are called homogeneous mixtures. Example, all types of solutions. നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഷുഗർ സൊല്യൂഷൻ, സോൾട്ട് സൊല്യൂഷൻ, ഈ സൊല്യൂഷനിലൊക്കെ നമ്മൾ എവിടെ നിന്ന് ഒരു സ്പൂൺ ഷുഗർ സൊല്യൂഷൻ എടുത്താലും എവിടെ നിന്ന് എടുത്താലും അതിൻ്റെ ടേസ്റ്റ് എന്ന് പറയുന്നതും അതിൻ്റെ പ്രോപ്പർട്ടീസ് എന്ന് പറയുന്നതും സെയിം ആയിരിക്കും. എക്സാമ്പിൾ എയർ എക്സെട്ര. മിക്സ്ചേഴ്സ് ഹാവിങ് ഡിഫറെൻറ്റ് കോമ്പോസിഷൻസ് അറ്റ് ഡിഫറെൻറ്റ് പാർട്സ്. പല ഭാഗത്തെയും കോമ്പോസിഷൻസ് വ്യത്യാസമുണ്ടെങ്കിൽ അതിനെയാണ് ഹെട്രോജീനിയസ് മിക്സ്ചേഴ്സ് എന്ന് പറയുന്നത്. നമ്മളിപ്പോൾ സാൻഡും സോൾട്ടുമായിട്ട് നമ്മൾ മിക്സ് ചെയ്യുകയാണെന്ന് വിചാരിക്കുക. എല്ലാ ഭാഗത്തും സെയിം ആയിരിക്കും, ത്രൂ ഔട്ട് ദ മിക്സ്ചർ സെയിം ആണ്, കോമ്പോസിഷൻ സെയിം ആണ് എന്ന് പറയാൻ കഴിയില്ല. പല ഭാഗത്തും പല റേഷ്യോയിലൊക്കെ ആയിരിക്കും. അങ്ങനെയുള്ള മിക്സ്ചേഴ്സിനെയാണ് ഹെട്രോജീനിയസ് മിക്സ്ചേഴ്സ് എന്ന് പറയുന്നത്. മിക്സ്ചേഴ്സ് ഓഫ് സോൾട്ട് ആൻഡ് ഷുഗർ, ഗ്രെയിൻസ് ആൻഡ് പൾസസ് along with some dirt. These type of mixtures are called heterogeneous mixtures. Next topic is mass and weight. Mass of a substance is the amount of matter present in it. ഒരു മാറ്ററിൽ അടങ്ങിയിരിക്കുന്ന എമൗണ്ട് ഓഫ് സബ്സ്റ്റൻസിനെയാണ് മാസ് എന്ന് പറയുന്നത്. മാസ് എന്ന് പറയുന്നത് മാസ് ഓഫ് എ സബ്സ്റ്റൻസ് ഈസ് ദി എമൗണ്ട് ഓഫ് മാറ്റർ, അതിനകത്ത് അടങ്ങിയിരിക്കുന്ന എമൗണ്ട് ഓഫ് മാറ്റർ. വെയിറ്റ് എന്ന് പറയുന്നത് അതിനകത്ത് എക്സേർട്ട് ചെയ്യപ്പെടുന്ന ഗ്രാവിറ്റേഷണൽ ഫോഴ്സ്, അതാണ് അതിൻ്റെ വെയിറ്റ് എന്ന് പറയുന്നത്. ഇനി മാസും വെയിറ്റും തമ്മിലുള്ള ഡിഫറൻസ് ചോദിച്ചു കഴിഞ്ഞാൽ, മാസ് എന്ന് പറയുന്നത് ഒരു കോൺസ്റ്റൻറ്റ് ക്വാണ്ടിറ്റി ആയിരിക്കും. നമ്മളതിനെ എവിടെ കൊണ്ടുപോയാലും, സ്പേസിൽ കൊണ്ടുപോയാലും ആ മാസ് എന്ന് പറയുന്നത് അവിടെ കോൺസ്റ്റൻറ്റ് തന്നെയാണ്. അതിൽ എമൗണ്ട് ഓഫ് സബ്സ്റ്റൻസിൽ വേറെ വ്യത്യാസമൊന്നും വരുന്നില്ല. അതിൻ്റെ SI യൂണിറ്റ് എന്ന് പറയുന്നത് കിലോഗ്രാം ആണ്. പക്ഷേ വെയിറ്റ് എന്ന് പറയുന്നത് ഗ്രാവിറ്റേഷണൽ ഫോഴ്സ് ആക്ടിങ് ഓൺ എ ബോഡിയാണ്. അതുകൊണ്ട് തന്നെ ഇതൊരു വേരിയബിൾ ക്വാണ്ടിറ്റിയാണ്. അതിൻ്റെ SI യൂണിറ്റ് എന്ന് പറയുന്നത് ന്യൂട്ടൺ. നെക്സ്റ്റ് വോളിയം. വോളിയം ഈസ് ദ എമൗണ്ട് ഓഫ് സ്പേസ് ഒക്യുപ്പൈഡ് ബൈ എ സബ്സ്റ്റൻസ്. ഒരു സബ്സ്റ്റൻസ് ഒക്യുപ്പൈ ചെയ്യുന്ന എമൗണ്ട് ഓഫ് സ്പേസ് ആണ് വോളിയം എന്ന് പറയുന്നത്. അതിൻ്റെ യൂണിറ്റ് മീറ്റർ ക്യൂബ്, മറ്റ് യൂണിറ്റ്സ് ഉണ്ട് സെൻറ്റിമീറ്റർ ക്യൂബ്, മില്ലി ലിറ്റർ, ലിറ്റർ, ഇതൊക്കെയാണ് മറ്റ് യൂണിറ്റ്സ് എന്ന് പറയുന്നത്. നെക്സ്റ്റ് ഡെൻസിറ്റി. Density is the amount of mass per unit volume. Density is equal to mass by volume. Mass by unit volume. യൂണിറ്റ് വോളിയത്തിൽ എത്ര മാസ് ഉണ്ട് അതാണ് ഡെൻസിറ്റി എന്ന് പറയുന്നത്. SI യൂണിറ്റ് കിലോഗ്രാം പെർ മീറ്റർ ക്യൂബ്. കോമൺലി എക്സ്പ്രസ് ചെയ്യുന്ന യൂണിറ്റ് എന്ന് പറയുന്നത് ഗ്രാം പെർ സെൻറ്റിമീറ്റർ ക്യൂബാണ്. നെക്സ്റ്റ് ടെമ്പറേച്ചർ. ഇറ്റ് ഈസ് ദ ഡിഗ്രി ഓഫ് ഹോട്ട്നെസ് ഓർ കോൾഡ്നെസ് ഓഫ് എ ബോഡി. ഏതൊരു സബ്സ്റ്റൻസ് അല്ലെങ്കിൽ ഏതൊരു ബോഡിയുടെയും ഏതൊരു വസ്തുവിൻ്റെയും ഹോട്ട്നെസ് എത്ര, കോൾഡ്നെസ് എത്ര, അതിൻ്റെ ഡിഗ്രി പറയുന്നതാണ് ടെമ്പറേച്ചർ എന്ന് പറയുന്നത്. സാധാരണഗതിയിൽ അത് എക്സ്പ്രസ് ചെയ്യുന്നത് ഡിഗ്രി സെൽഷ്യസിലാണ്. മറ്റ് യൂണിറ്റ്സ് എന്ന് പറയുന്നത് ഡിഗ്രി ഫാരൻഹീറ്റ്, കെൽവിൻ, ഇതൊക്കെയാണ്. SI യൂണിറ്റ് കെൽവിൻ ആണ്. ഇനി ഫാരൻഹീറ്റും ഡിഗ്രി സെൽഷ്യസും തമ്മിലൊരു റിലേഷൻ ഉള്ളത്. അതായത് ഡിഗ്രി സെൽഷ്യസിൽ തന്നിട്ടുണ്ടെങ്കിൽ അതിനെ നമുക്ക് ഫാരൻഹീറ്റിലോട്ട് മാറ്റാൻ 9/5 ഡിഗ്രി സെൽഷ്യസ് + 32.
അതുപോലെ തന്നെ ഡിഗ്രി സെൽഷ്യസും കെൽവിനിലെയും റിലേഷൻ എന്ന് പറയുന്നത് ഡിഗ്രി സെൽഷ്യസ് പ്ലസ് 273.15. ഡിഗ്രി സെൽഷ്യസിൽ തന്നിട്ടുള്ള വാല്യൂവിൻ്റെ കൂടെ 273.15 ആഡ് ചെയ്താൽ നമുക്ക് കെൽവിനിലുള്ള വാല്യൂ കിട്ടും. നെക്സ്റ്റ്, പ്രിസിഷൻ ആൻഡ് ആക്യുറസി. Precision refers to the closeness of a various measurement for the same quantity. സെയിം ക്വാണ്ടിറ്റിയിലുള്ള മെഷർമെൻറ്റിൽ അല്പം അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ഒരു ചേഞ്ചസ് ഉണ്ടാവും. അതാണ് പ്രിസിഷൻ എന്ന് പറയുന്നത്. അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ഏതാണ്ട് ക്ലോസ് ആയിട്ടിരുന്നാൽ മതി. ആക്യുറസി ഇസ് ദ എഗ്രിമെൻറ്റ് ഓഫ് എ പെർട്ടിക്കുലർ വാല്യൂ ടു ദ ട്രൂ വാല്യൂ ഓഫ് ദ റിസൾട്ട്. കറക്റ്റ് ട്രൂ വാല്യൂവുമായിട്ട് ഒരു എഗ്രിമെൻറ്റ് ഓഫ് ഉണ്ടായിരിക്കുന്നതാണ് ആക്യുറസി എന്ന് പറയുന്നത്. ഇനി സിഗ്നിഫിക്കൻറ്റ് ഫിഗേഴ്സ്. സിഗ്നിഫിക്കൻറ്റ് ഫിഗേഴ്സ് ആർ മീനിങ് ഫുൾ ഡിജിറ്റ്സ് വിച്ച് ആർ നോൺ വിത്ത് സെർട്ടനിറ്റി. മീനിങ് ഫുൾ ആയിട്ടുള്ള ഡിജിറ്റ്സ് ആണ് സിഗ്നിഫിക്കൻറ്റ് ഫിഗേഴ്സ് എന്ന് പറയുന്നത്. റൂൾസ് ഫോർ ഡിറ്റർമിനിങ് നമ്പർ ഓഫ് സിഗ്നിഫിക്കൻറ്റ് ഫിഗേഴ്സ്. ചില റൂൾസ് പറയുന്നുണ്ട്. ഫസ്റ്റ് റൂൾ എന്ന് പറയുന്നത് ഓൾ നോൺ സീറോ ഡിജിറ്റ്സ് ആർ സിഗ്നിഫിക്കൻറ്റ്. സീറോ ഒഴിച്ചിട്ടുള്ള എല്ലാ ഡിജിറ്റ് എന്ന് പറയുന്നതും സിഗ്നിഫിക്കൻറ്റ്. നമ്മൾ 1, 2, 3 എന്ന് പറയുന്ന ഏതൊരു ഡിജിറ്റും സിഗ്നിഫിക്കൻ്റ് ആയിരിക്കും. സീറോസ് പ്രിസീഡിങ് ടു ഫസ്റ്റ് നോൺ സീറോ ഡിജിറ്റ്സ് ആർ നോട്ട് സിഗ്നിഫിക്കൻ്റ്. അതായത് 1 എഴുതുന്നതിന് മുമ്പ് നമ്മളൊരു സീറോ എഴുതുകയാണെങ്കിൽ ആ സീറോ എന്ന് പറയുന്നത് അവിടെ അതൊരു സിഗ്നിഫിക്കൻ്റ് വാല്യൂ അല്ല. സീറോസ് ബിറ്റ്വീൻ 2 നോൺ സീറോ ഡിജിറ്റ്സ് ആർ സിഗ്നിഫിക്കൻ്റ്. 2 നമ്പറിന് ഇടയിൽ നമ്മളൊരു സീറോ കൊടുക്കുകയാണെങ്കിൽ അത് സിഗ്നിഫിക്കൻ്റ് ആണ്. നമ്പറിന് മുമ്പ് സീറോ ഇട്ടാൽ സിഗ്നിഫിക്കൻ്റ് അല്ല. പക്ഷേ 2 നമ്പറിന് ഇടയിൽ ബിറ്റ്വീൻ ആയിട്ട് ഒരു സീറോ കൊടുത്തു കഴിഞ്ഞാൽ അത് സിഗ്നിഫിക്കൻ്റ് ആണ്. എക്സാമ്പിൾ 102. സീറോസ് അറ്റ് ദ എൻഡ് ഓർ റൈറ്റ് ഓഫ് എ നമ്പർ ആർ സിഗ്നിഫിക്കൻറ്റ്. ഒരു നമ്പറിൻ്റെ റൈറ്റിൽ നമ്മളൊരു സീറോ കൊടുക്കുകയാണെങ്കിൽ അത് സിഗ്നിഫിക്കൻ്റ് ആണ്. 10 എന്ന് പറയുന്ന നമ്പർ അതൊരു സിഗ്നിഫിക്കൻ്റ് ആണ് ഇഫ് ദേ ആർ ഓൺ ദ റൈറ്റ് സൈഡ് ഓഫ് ദ ഡെസിമൽ പോയിൻ്റ് റൈറ്റ് സൈഡിലാണെങ്കിൽ. എക്സാക്ട് നമ്പേഴ്സ് ഹാവ് ആൻ ഇൻഫിനിറ്റ് നമ്പർ ഓഫ് സിഗ്നിഫിക്കൻറ്റ് ഫിഗേഴ്സ്. എക്സാക്ട് നമ്പേഴ്സിനൊക്കെ ഒരുപാട് നമ്പർ ഓഫ് സിഗ്നിഫിക്കൻറ്റ് ഫിഗേഴ്സ് ഉണ്ടായിരിക്കും. നെക്സ്റ്റ് വൺ, വെൻ നമ്പേഴ്സ് ആർ റിട്ടൺ ഇൻ സയൻറ്റിഫിക് നൊട്ടേഷൻ. നമ്പേഴ്സ് ഇനി സയൻറ്റിഫിക് നൊട്ടേഷനിലാണ് എഴുതുന്നതെന്നുണ്ടെങ്കിൽ നമ്പർ ഓഫ് ഡിജിറ്റ്സ് ബിറ്റ്വീൻ 1 and 10 ഗീവ്സ് ദ നമ്പർ ഓഫ് സിഗ്നിഫിക്കൻറ്റ് ഫിഗേഴ്സ്. 1ഉം നമ്പർ ഓഫ് ഡിജിറ്റ്സ് 1നും 10നും ഇടയ്ക്കുള്ള ഡിജിറ്റ്സ് നമ്പർ ഓഫ് സിഗ്നിഫിക്കൻറ്റ് ഫിഗേഴ്സിനെ ആയിരിക്കും കാണിക്കുന്നത്. ഇതാണ് റൂൾസ് ഫോർ ഡിറ്റർമിനിങ് ദ നമ്പർ ഓഫ് സിഗ്നിഫിക്കൻറ്റ് ഫിഗേഴ്സ്. നെക്സ്റ്റ് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു ടോപ്പിക്കാണ് ലോസ് ഓഫ് കെമിക്കൽ കോമ്പിനേഷൻസ്. ലോസ് ഓഫ് കെമിക്കൽ കോമ്പിനേഷൻ. ഫസ്റ്റ് ലോ എന്ന് പറയുന്നത് ലോ ഓഫ് കൺസർവേഷൻ ഓഫ് മാസ്. ഈ ലോ പ്രപ്പോസ് ചെയ്ത് ആൻറ്റോയിൻ ലവോസിയർ ആണ്. ഇറ്റ് സ്റ്റേറ്റ്സ് ദാറ്റ് മാറ്റർ ക്യാൻ നെയ്തർ ബി ക്രിയേറ്റഡ് നോ ബി ഡിസ്ട്രോയിഡ്. മാറ്ററിനെ നിർമ്മിക്കുവാനോ നശിപ്പിക്കാനോ സാധിക്കുകയില്ല. വി ക്യാൻ ഓൺലി കൺവേർട്ട് വൺ ഫോം ഓഫ് മാറ്റർ ഇൻ ടു അനദർ. ഒരു ഫോമിലുള്ള മാറ്ററിനെ മറ്റൊന്നിലേക്ക് മാറ്റാൻ മാത്രമേ കഴിയുള്ളൂ. നമുക്ക് അവിടെ മാറ്ററിനെ നിർമ്മിക്കാനോ നശിപ്പിക്കാനോ കഴിയില്ല. ഓർ ഇൻ എ കെമിക്കൽ റിയാക്ഷൻ ദ ടോട്ടൽ മാസ് ഓഫ് റിയാക്റ്റൻസ് ഈസ് ഈക്വൽ ടു ദി ടോട്ടൽ മാസ് ഓഫ് പ്രോഡക്റ്റ്. റിയാക്റ്റൻസിൻ്റെ ടോട്ടൽ മാസും പ്രോഡക്റ്റിൻ്റെ ടോട്ടൽ മാസും എപ്പോഴും ഈക്വൽ ആയിരിക്കും. ഇതാണ് ഫസ്റ്റ് ലോയായ ലോ ഓഫ് കൺസർവേഷൻ ഓഫ് മാസ് പറയുന്നത്. ആൻറ്റോയിൻ ലവോസിയർ ആണ് അത് സ്റ്റേറ്റ് ചെയ്തത്. ഇനി ഇല്ലസ്ട്രേഷൻ നോക്കാം. ഹൈഡ്രജൻ പ്ലസ് ഓക്സിജൻ ഗീവ്സ് വാട്ടർ. 4 gram ഓഫ് ഹൈഡ്രജൻ ആണ് 2H2. 4 gram ഓഫ് ഹൈഡ്രജൻ കമ്പൈൻ വിത്ത് 32 gram ഓഫ് ഒരു മാസ് നമ്പർ എന്ന് പറയുന്നത് 16 ആണ്. അപ്പോൾ O2 ആണ്. 32 gram ഓഫ് ഓക്സിജൻ ടു ഫോം 36 gram ഓഫ് വാട്ടർ. ടോട്ടൽ മാസ് ഓഫ് റിയാക്റ്റൻ്റ് എന്ന് പറയുന്നതും 4 + 32 36 ആണ്. ഇനി വാട്ടറിൻ്റെ മാസ് നമ്മൾ എടുക്കുമ്പോഴത്തേക്കും 36 ആണ്. അതുപോലെ തന്നെ 4 + 32 36 ആണ്. അതായത് ടോട്ടൽ മാസ് ഓഫ് reactant equal to total mass of products. This is known as law of conservation of mass. Next, law of definite proportion. This law was proposed by Joseph Proust. Joseph Proust ആണ് ഈ ലോസ് പ്രപ്പോസ് ചെയ്തത്. It states that a given compound always contains exactly the same proportion of elements by weight. At a given compound always contain ഒരു കോമ്പൗണ്ട് എടുത്താൽ അതിൽ എപ്പോഴും എക്സാക്ട്ലി ദ സെയിം പ്രൊപ്പോർഷൻ ഓഫ് എലിമെൻറ്റ്സ് ബൈ വെയ്റ്റിലായിരിക്കും. ഓർ ദ സെയിം കോമ്പൗണ്ട് ഓൾവേസ് കണ്ടെയ്ൻ ദ സെയിം എലിമെൻറ്റ്സ് കമ്പൈൻഡ് ഇൻ എ ഫിക്സഡ് റേഷ്യോ ബൈ മാസ്. ഇറ്റ് സ്റ്റേറ്റ്സ് ദാറ്റ് എ ഗിവൺ കോമ്പൗണ്ട് ഓൾവേസ് കണ്ടെയ്ൻസ് എക്സാക്ട്ലി ദ സെയിം പ്രൊപ്പോർഷൻ ഓഫ് എലിമെൻറ്റ്സ് ബൈ വെയ്റ്റ്
അല്ലെങ്കിൽ ദ സെയിം കോമ്പൗണ്ട് ഓൾവേസ് കണ്ടെയ്ൻസ് ദ സെയിം എലിമെൻറ്റ്സ്. സെയിം കോമ്പൗണ്ടിൽ എപ്പോഴും സെയിം എലിമെൻറ്റ്സ് ആയിരിക്കും. അതൊരു ഫിക്സഡ് റേഷ്യോയിലായിരിക്കും ബൈ മാസ്. അതിന് അദ്ദേഹം വർക്ക് ചെയ്തത് 2 ടൈപ്സ് ഓഫ് കുപ്രിക് കാർബണേറ്റ് വെച്ചിട്ടാണ്. നാച്ചുറൽ കുപ്രിക് കാർബണേറ്റും എടുത്തു, സിന്തറ്റിക് കുപ്രിക് കാർബണേറ്റും എടുത്ത് അത് രണ്ടിൻ്റെയും പെർസെൻറ്റേജ് ഓഫ് കോപ്പർ, പെർസെൻറ്റേജ് ഓഫ് കാർബൺ, പെർസെൻറ്റേജ് ഓഫ് ഓക്സിജൻ എടുത്തപ്പോൾ ടേബിൾ നോക്കിയാൽ അറിയാം സെയിം ആയിരുന്നു. നാച്ചുറൽ കുപ്രിക് കാർബണേറ്റിൽ പെർസെൻറ്റേജ് ഓഫ് കോപ്പർ എന്ന് പറയുന്നതും സിന്തറ്റിക് കുപ്രിക് കാർബണേറ്റിലെ പെർസെൻറ്റേജ് ഓഫ് കോപ്പർ എന്ന് പറയുന്നതും ഈക്വൽ ആയിരുന്നു. അതുപോലെ തന്നെയായിരുന്നു പെർസെൻറ്റേജ് ഓഫ് കാർബൺ എന്ന് പറയുന്നതും പെർസെൻറ്റേജ് ഓഫ് ഓക്സിജൻ എന്ന് പറയുന്നതും. നെക്സ്റ്റ് അതിൻ്റെ ഇല്ലസ്ട്രേഷൻ നോക്കാം. കാർബൺ ഡൈ ഓക്സൈഡ് ക്യാൻ ബി ഫോംഡ് ഇൻ ദ അറ്റ്മോസ്ഫിയർ ബൈ വേരിയസ് മെത്തേഡ്സ് ലൈക്ക് റെസ്പിറേഷൻ, ബേണിംഗ് ഓഫ് ഫ്യൂയൽസ്, റിയാക്ഷൻ ഓഫ് മെറ്റൽ കാർബണേറ്റ്സ് ആൻഡ് ബൈകാർബണേറ്റ്സ് വിത്ത് ആസിഡ്. അതായത് കാർബൺ ഡൈ ഓക്സൈഡ് അറ്റ്മോസ്ഫിയറിൽ പലതരത്തിലുണ്ടാകുന്നുണ്ട്. റെസ്പിറേഷനിലൂടെ ഉണ്ടാകുന്നുണ്ട്, ഫ്യൂയൽ കത്തുന്നതോടെ ഉണ്ടാകുന്നുണ്ട്, അത് പലതരത്തിലുള്ള മെറ്റൽ കാർബണേറ്റും ബൈകാർബണേറ്റും ആസിഡുമായിട്ട് റിയാക്ട് ചെയ്ത് കാർബൺ ഡൈ ഓക്സൈഡ് ഫോം ചെയ്യുന്നുണ്ട്. ഇങ്ങനെയൊക്കെ ഫോം ചെയ്ത് കഴിഞ്ഞാലും കാർബൺ ഡൈ ഓക്സൈഡ് എന്ന് പറയുന്നത് CO2 കണ്ടെയ്ൻ only 2 elements of oxygen and carbon. Contain only 2 elements of carbon and oxygen combined in a mass ratio എന്ന് പറയുന്നത് 3:2. Only 2 elements of carbon and oxygen combined in a mass ratio 3:8 ആയിരിക്കും. 3:8 എന്ന് പറയുന്ന ആ ഒരു ഫിക്സഡ് റേഷ്യോയിൽ മാത്രമേ കാർബൺ ഡൈ ഓക്സൈഡ് നിലനിൽക്കുകയുള്ളൂ. നെക്സ്റ്റ് ലോ ഓഫ് മൾട്ടിപ്പിൾ പ്രൊപ്പോർഷൻസ്. ദിസ് ലോ പ്രപ്പോസ് ചെയ്തത് ജോൺ ഡോൾട്ടൺ ആണ്. നമ്മുടെ അറ്റോമിക് തിയറിയൊക്കെ അറിയാം. ഇറ്റ് സ്റ്റേറ്റ്സ് ദാറ്റ് ഇഫ് 2 elements ക്യാൻ കമ്പൈൻ ടു ഫോം മോർ ദാൻ 1 കോമ്പൗണ്ട്, 2 എലിമെൻറ്റ്സ് കമ്പൈൻ ചെയ്ത് ഒന്നിൽ കൂടുതൽ കോമ്പൗണ്ട് ഉണ്ടാവുകയാണെങ്കിൽ ദ ഡിഫറെൻറ്റ് മാസസ് ഓഫ് വൺ ഓഫ് ദ എലിമെൻറ്റ്സ് ദാറ്റ് കമ്പൈൻ വിത്ത് എ ഫിക്സഡ് മാസ് ഓഫ് ദി അതർ എലമെൻറ്റ് ആർ ഇൻ സ്മോൾ ഹോൾ നമ്പർ റേഷ്യോയിലായിരിക്കും. അത് നമുക്ക് ഇല്ലസ്ട്രേഷൻ നോക്കുമ്പോൾ കൂടുതൽ മനസ്സിലാവും. ഹൈഡ്രജനും ഓക്സിജനും ചേർന്ന് വാട്ടർ ഉണ്ടാവുന്നു, ഹൈഡ്രജനും ഓക്സിജനും ചേർന്ന് ഹൈഡ്രജൻ പെറോക്സൈഡും ഉണ്ടാവുന്നുണ്ട്. 2 gram ഓഫ് ഹൈഡ്രജനും 16 gram ഓഫ് ഓക്സിജൻ ചേർന്ന് 18 gram ഓഫ് വാട്ടർ ഫോം ചെയ്യുന്നു. അതുപോലെ തന്നെ 2 gram ഓഫ് ഹൈഡ്രജനും 32 gram ഓഫ് ഓക്സിജനും ചേർന്നാണ് 34 gram ഓഫ് ഹൈഡ്രജൻ പെറോക്സൈഡ് ഫോം ചെയ്യുന്നത്. ഇവിടെ മാസ് ഓഫ് ഓക്സിജൻ അതായത് 16 gram ആൻഡ് 32 gram എന്ന് പറയുന്നത് വിച്ച് കമ്പൈൻ വിത്ത് ഫിക്സഡ് മാസ് ഓഫ് ഹൈഡ്രജൻ ആണ് 2 gram. വേറെ സിമ്പിൾ റേഷ്യോ 16:32, ദാറ്റ് ഈസ് 1:2. നമുക്കിനി ഒന്നുകൂടി ലോയിലേക്ക് പോകാം. ഇറ്റ് സ്റ്റേറ്റ്സ് ദാറ്റ് 2 elements ക്യാൻ കമ്പൈൻ ടു ഫോം മോർ ദാൻ 1 കോമ്പൗണ്ട്. ദ ഡിഫറെൻറ്റ് മാസസ് ഓഫ് വൺ ഓഫ് ദ എലിമെൻറ്റ്സ്, ഡിഫറെൻറ്റ് മാസസ് ഓഫ് വൺ ഓഫ് ദ എലിമെൻറ്റ്സ് ഓക്സിജൻ ദാറ്റ് കമ്പൈൻ വിത്ത് എ ഫിക്സഡ് മാസ് ഓഫ് ദി അതർ എലമെൻറ്റ്, ഫിക്സഡ് മാസ് ഉള്ള മറ്റൊരു എലമെൻറ്റുമായിട്ട് 2 gram ഉള്ള ഹൈഡ്രജനുമായിട്ട് ആർ ഇൻ സ്മോൾ ഹോൾ നമ്പർ റേഷ്യോ. ആ ഹോൾ നമ്പർ റേഷ്യോ എന്ന് പറയുന്നത് 1:2 എന്ന് പറയുന്ന ആ ഒരു ഹോൾ നമ്പർ റേഷ്യോയിലായിരിക്കും. ഇതാണ് ലോ ഓഫ് മൾട്ടിപ്പിൾ പ്രൊപ്പോർഷൻ എന്ന് പറയുന്നത്. നെക്സ്റ്റ് ഗേ-ലുസാക്സ് ലോ ഓഫ് ഗേഷ്യസ് വോളിയംസ്. ഈ ലോ പ്രപ്പോസ് ചെയ്തത് ഗേ-ലുസാക്ക് ആണ്. ഇറ്റ് സ്റ്റേറ്റ്സ് ദാറ്റ് വെൻ ഗ്യാസസ് കമ്പൈൻ ടു ഫോം ഗേഷ്യസ് പ്രോഡക്ട്സ്, ഗ്യാസ് കമ്പൈൻ ചെയ്ത് ഗേഷ്യസ് പ്രോഡക്റ്റ് ഉണ്ടാകുന്നു. ദെയർ വോളിയംസ് ആർ ഇൻ സിമ്പിൾ ഹോൾ നമ്പർ റേഷ്യോ. അതിൻ്റെ വോളിയം എന്ന് പറയുന്നത് സിമ്പിൾ ഹോൾ നമ്പർ റേഷ്യോയിലായിരിക്കും അറ്റ് കോൺസ്റ്റൻറ്റ് ടെമ്പറേച്ചർ ആൻഡ് പ്രഷർ. ടെമ്പറേച്ചറും പ്രഷറും കോൺസ്റ്റൻ്റ് ആയിരിക്കും. ഇതാണ് ഗേ-ലുസാക്സ് ലോ ഓഫ് ഗേഷ്യസ് വോളിയംസ് എന്ന് പറയുന്നത്. ദെൻ ഇല്ലസ്ട്രേഷൻ. ഹൈഡ്രജൻ കമ്പൈൻ വിത്ത് ഓക്സിജൻ ടു ഫോം വാട്ടർ വേപ്പർ. അക്കോർഡിംഗ് ടു ദ ഇക്വേഷൻ മുകളിൽ കൊടുത്തിട്ടുണ്ട്. ഇക്വേഷൻ അനുസരിച്ച് ഹൈഡ്രജനും ഓക്സിജനും കൂടെ കമ്പൈൻ ചെയ്ത് വാട്ടർ വേപ്പർ ഉണ്ടാവുകയാണ്. ഇഫ് 100 ml ഓഫ് ഹൈഡ്രജൻ കമ്പൈൻ വിത്ത് 50 ml ഓഫ് ഓക്സിജൻ, 100 ml ഹൈഡ്രജനും 50 ml ഓക്സിജനുമായിട്ടും കമ്പൈൻ ചെയ്യുകയാണെങ്കിൽ നമുക്ക് കിട്ടുന്നത് 100 ml ഓഫ് വാട്ടർ വേപ്പർ ആയിരിക്കും. ദസ് ദ വോളിയംസ് ഓഫ് ഹൈഡ്രജൻ ആൻഡ് ഓക്സിജൻ വിച്ച് കമ്പൈൻ ടുഗദർ. ആ പർട്ടിക്കുലർ വോളിയത്തിലുള്ള ഹൈഡ്രജനും ഓക്സിജനും കമ്പൈൻ ചെയ്യുമ്പോൾ കിട്ടുന്ന റേഷ്യോ എന്ന് പറയുന്നത് 2:1 എന്ന് പറയുന്ന ആ ഒരൊറ്റ റേഷ്യോയിലായിരിക്കും വിത്ത് കോൺസ്റ്റൻറ്റ് ടെമ്പറേച്ചർ ആൻഡ് പ്രഷർ. ഈ ടെമ്പറേച്ചറും പ്രഷറും മാറിക്കഴിഞ്ഞാൽ അത് മാറും. അതുകൊണ്ട് കോൺസ്റ്റൻറ്റ് ടെമ്പറേച്ചർ ആൻഡ് പ്രഷർ എടുത്ത് തന്നെ പറയണം. ആ റേഷ്യോ എന്ന് പറയുന്നത് 2:1 ആയിരിക്കും. നെക്സ്റ്റ് അവോഗാഡ്രോസ് ലോ. ഈ ലോ കൊണ്ടുവന്നത് അവോഗാഡ്രോ ആണ്, എമിഡിയോ അവോഗാഡ്രോ.
This law states that equal volumes of all gases at the same temperature and pressure should contain equal number of moles or molecules. ഈക്വൽ വോളിയംസ് ഓഫ് ഓൾ ഗ്യാസസ്, എല്ലാ ഗ്യാസസിനും ഈക്വൽ വോളിയത്തിലുള്ള എല്ലാ ഗ്യാസും ഒരേ ടെമ്പറേച്ചറിലും ഒരേ പ്രഷറിലും ആണെങ്കിൽ ഷുഡ് കണ്ടെയ്ൻ ഈക്വൽ നമ്പർ ഓഫ് മോൾസ്, അതിൽ അടങ്ങിയിരിക്കുന്ന മോൾസും അല്ലെങ്കിൽ മോളിക്യൂൾസും ഈക്വൽ ആയിരിക്കും. അതാണ് അവഗാഡ്രോസ് ലോ എന്ന് പറയുന്നത്. ഇഫ് യു ടേക്ക് 10 liter each of ammonia, nitrogen, oxygen and carbon dioxide at the same temperature and pressure, all of them contain the same number of moles and molecules. ഇതിലെല്ലാം അടങ്ങിയിരിക്കുന്ന മോൾസ് എന്ന് പറയുന്നത് അല്ലെങ്കിൽ മോളിക്യൂൾസ് എന്ന് പറയുന്നത് സെയിം തന്നെ ആയിരിക്കും. ഇതാണ് അവഗാഡ്രോസ് ലോ എന്ന് പറയുന്നത്. നെക്സ്റ്റ്, ഡോൾട്ടൺസ് അറ്റോമിക് തിയറി. ഡോൾട്ടൻ്റെ അറ്റോമിക് തിയറി നോക്കാം. ഈ ആറ്റം എന്ന് പറയുന്ന ടേം ആദ്യമായിട്ട് കൊണ്ടുവന്നത് ജോൺ ഡോൾട്ടൺ ആണ്. 2 ഗ്രീക്ക് വേർഡിൽ നിന്നാണ് അതുണ്ടായത്. ടോമിയോ, അതിൻ്റെ മീനിങ് ഇൻഡിവിസിബിൾ എന്ന 2 ഗ്രീക്ക് വേർഡിൽ നിന്നാണ് ആറ്റം എന്നുള്ള ടേം കൊണ്ടുവന്നത്. ഇമ്പോർട്ടൻറ്റ് പോസ്റ്റ്ലേറ്റ്സ് എന്ന് പറയുന്നത് മാറ്റർ ഈസ് മേഡ് അപ്പ് ഓഫ് മൈന്യൂട്ട് ആൻഡ് ഇൻഡിവിസിബിൾ പാർട്ടിക്കിൾസ് കോൾഡ് ആറ്റം. ആറ്റം എന്ന് പറഞ്ഞാൽ ഇൻഡിവിസിബിൾ ആറ്റംസ് ആണ്. അകത്തുള്ളത് ഇൻഡിവിസിബിൾ ആയിട്ടുള്ള ആറ്റംസ് ആണ്. മാറ്റർ മേഡപ്പ് ചെയ്തേക്കുന്നത് വളരെ മൈന്യൂട്ടായിട്ടുള്ള ആറ്റം കൊണ്ടാണ്. ആറ്റംസ് ഓഫ് സെയിം എലിമെൻറ്റ് ആർ ഐഡൻറ്റിക്കൽ ഇൻ ദെയർ പ്രോപ്പർട്ടീസ് ആൻഡ് മാസ്. സെയിം എലമെൻറ്റിൻ്റെ ആറ്റം എന്ന് പറയുന്നത് ഐഡൻറ്റിക്കൽ ആയിരിക്കും. ഏതിൽ? അതിൻ്റെ പ്രോപ്പർട്ടീസിലും മാസിലും ഐഡൻറ്റിക്കൽ ആയിരിക്കും. വൈൽ ആറ്റംസ് ഓഫ് ഡിഫറെൻറ്റ് എലിമെൻറ്റ്സ് ഹാവ് ഡിഫറെൻറ്റ് പ്രോപ്പർട്ടീസ് ആൻഡ് മാസ് ആയിരിക്കും. മൂന്നാമത്തെ പോസ്റ്റ്ലേറ്റ്, വെൻ ആറ്റംസ് കമ്പൈൻ ചെയ്യുമ്പോൾ ദേ ഡു സോ ഇൻ എ ഫിക്സഡ് റേഷ്യോ ബൈ മാസ്. മാസിൻ്റെ ഒരു ഫിക്സഡ് റേഷ്യോ ഇവിടെ ഉണ്ടായിരിക്കും. ആറ്റംസ് ക്യാൻ നെയ്തർ ബി ക്രിയേറ്റഡ് നോർ ബി ഡിസ്ട്രോയിഡ്. ആറ്റത്തെ നിർമ്മിക്കുവാനോ നശിപ്പിക്കുവാനോ കഴിയില്ല. ആറ്റംസ് കമ്പൈൻ ടു ഫോം കോമ്പൗണ്ട് ആറ്റംസ് കോൾഡ് മോളിക്യൂൾ. ആറ്റം കമ്പൈൻ ചെയ്ത് കോമ്പൗണ്ട് ഫോം ചെയ്യുന്നതിനെയാണ് ആറ്റംസ് അല്ലെങ്കിൽ മോളിക്യൂൾസ് എന്ന് പറയുന്നത്. ഇതാണ് അറ്റോമിക് തിയറി, ഡോൾട്ടൻ്റെ അറ്റോമിക് തിയറിയിലെ പോസ്റ്റ്ലേറ്റ്സ് എന്ന് പറയുന്നത്. നെക്സ്റ്റ്, അറ്റോമിക് മാസ്. ഒരു ആറ്റത്തിൻ്റെ മാസ് എന്ന് പറയുന്നത് ആക്ച്വലി വെരി വെരി സ്മോൾ ആണ്. കാരണം ആറ്റം എന്ന് പറയുന്നത് തന്നെ വളരെ ചെറുതാണ്. അപ്പോൾ അതിൻ്റെ മാസ് എന്ന് പറയുന്നതും അത്രത്തോളം ചെറുതായിരിക്കും. ഇന്ന് നമുക്ക് അറ്റോമിക് മാസ് കണ്ടുപിടിക്കാൻ സോഫിസ്റ്റിക്കേറ്റഡ് ആയിട്ടുള്ള ഒരുപാട് ടെക്നിക്സ് ഉണ്ട്. അതിനൊരു എക്സാമ്പിളാണ് സ്പെക്ട്രോസ്കോപ്പി എന്ന് പറയുന്നത്. പക്ഷേ 19th സെഞ്ച്വറിയിൽ സയൻറ്റിസ്റ്റ് കുഡ് ഡിറ്റർമിൻ ദ മാസ് ഓഫ് വൺ ആറ്റം റിലേറ്റീവ് ടു അനദർ ബൈ എക്സ്പെരിമെൻ്റൽ മീൻസ്. എക്സ്പെരിമെൻറ്റിലൂടെ ഒരു ആറ്റത്തെ റിലേറ്റ് ചെയ്തുകൊണ്ടാണ് മറ്റൊരു ആറ്റത്തിൻ്റെ മാസ് കണ്ടുപിടിച്ചുകൊണ്ടിരുന്നത് 19th സെഞ്ച്വറിയിൽ. ഏറ്റവും ലൈറ്റസ്റ്റ് ആയിട്ടുള്ള ആറ്റം എന്ന് പറയുന്നത് ഹൈഡ്രജൻ ആയതുകൊണ്ട് തന്നെ അതിൻ്റെ മാസ് 1 ആയിട്ട് അസൈൻ ചെയ്തുകൊണ്ടാണ് മറ്റുള്ള ആറ്റങ്ങളുടെ മാസ് കണ്ടുപിടിച്ചുകൊണ്ടിരുന്നത്. പക്ഷേ ഇപ്പോൾ അറ്റോമിക് മാസ് കണ്ടുപിടിക്കുന്നത് കാർബൺ 12 C12ൻ്റെ അടിസ്ഥാനത്തിലാണ് ഇപ്പോൾ മാസ് കണ്ടുപിടിക്കുന്നത്. ഇവിടെ C12 എന്ന് പറയുന്നത് വൺ ഓഫ് ദ ഐസോട്ടോപ്പ് ഓഫ് കാർബണിൻ്റെ ഒരു ഐസോട്ടോപ്പാണ് C12 എന്ന് പറയുന്നത്. ആൻഡ് ക്യാൻ ബി റെപ്രസെൻറ്റഡ് ആസ് C12. ഈ സിസ്റ്റത്തിൽ C12 ഈസ് അസൈൻഡ് എസ് മാസ് ഓഫ് എക്സാക്ട്ലി 12 AMU. C12 എന്ന് പറയുന്നത് അതിൻ്റെ മാസ് എന്ന് പറയുന്നത് 12 AMU ആയിട്ട് കണക്കാക്കുന്നു. ആൻഡ് മാസസ് ഓഫ് ഓൾ അതർ ആറ്റംസ് ആർ ഗീവ് റിലേറ്റീവ് ടു ദിസ് സ്റ്റാൻഡേർഡ്. ഈ സ്റ്റാൻഡേർഡിനെ റിലേറ്റ് ചെയ്തുകൊണ്ടാണ് ബാക്കിയുള്ള എല്ലാ ആറ്റത്തിൻ്റെയും മാസ് കണ്ടുപിടിക്കുന്നത്. 1 AMU ഈസ് ഡിഫൈൻഡ് ആസ് ദ മാസ് എക്സാക്ട്ലി ഈക്വൽ ടു 1/12 ഓഫ് ദി മാസ് ഓഫ് C12 ആറ്റം. 1 AMU എന്ന് പറയുന്നത് 1.66056 × 10⁻⁻24 gram ആണ്. മാസ് ഓഫ് ആൻ ആറ്റം ഓഫ് ഹൈഡ്രജൻ എന്ന് പറയുന്നത് 1.6736 × 10⁻⁻24 gram. അപ്പോൾ ഇൻ ടേംസ് ഓഫ് AMU ദ മാസ് ഓഫ് ഹൈഡ്രജൻ എന്ന് പറയുന്നത് 1.6736 × 10⁻⁻24 ഡിവൈഡഡ് ബൈ 1.66056 × 10⁻⁻24 gram. That is 1.0078 AMU. That is equal to 1.008 AMU. Similarly, the mass of oxygen, CO16 atom would be 15.995 AMU ആണ്. At present AMU എന്ന് പറയുന്നത് റീപ്ലേസ് ചെയ്യപ്പെട്ട് കഴിഞ്ഞു. U എന്ന് പറയുന്ന ടേമിലേക്ക് റീപ്ലേസ് ചെയ്തു. U എന്ന് പറയുന്നത് യൂണിഫൈഡ് മാസ്. നെക്സ്റ്റ്, ആവറേജ് അറ്റോമിക് മാസ്.
മെനി നാച്ചുറലി ഒക്കറിങ് എലിമെൻറ്റ്സ് എക്സിസ്റ്റസ് മോർ ദാൻ വൺ ഐസോട്ടോപ്പ്. മിക്കവാറുള്ള നാച്ചുറലി ഒക്കറിങ് എലിമെൻറ്റ്സിനെല്ലാം മോർ ദാൻ വൺ ഐസോട്ടോപ്പ് ഉണ്ടായിരിക്കും. നൈട്രജൻ, കാർബൺ, ഹൈഡ്രജൻ. The existence of these isotope and their relative abundance, the average atomic mass of that element can be computed. അപ്പോൾ അതിൻ്റെയൊക്കെ മാസ് ആവറേജ് ചെയ്യപ്പെട്ടുകൊണ്ടാണ് ഇപ്പോൾ ലിഥിയത്തിൻ്റെ ആയാലും ക്ലോറിൻ്റെ ആയാലും ഹൈഡ്രജൻ, കാർബൺ ഇതിൻ്റെ എല്ലാം മാസ് കണ്ടുപിടിക്കുന്നതിനാണ് ആവറേജ് അറ്റോമിക് മാസ് എന്ന് പറയുന്നത്. ഫോർ എക്സാമ്പിൾ, കാർബൺ ഹാസ് ദ ഫോളോയിങ് ഐസോട്ടോപ്പ്. ഈ C12, C13, C14 മൂന്ന് ഐസോട്ടോപ്പാണ് ഉള്ളത് വിത്ത് റിലേറ്റീവ് അബൻഡൻസ് ആൻഡ് മാസസ് ഷോൺ ഇൻ ടേബിൾ. റിലേറ്റീവ് അബൻഡൻസ് ഓഫ് C12 എന്ന് പറയുന്നത് 98.892, അറ്റോമിക് മാസ് 12. C13 ആണെങ്കിൽ റിലേറ്റീവ് അബൻഡൻസ് 1.108, അതിൻ്റെ അറ്റോമിക് മാസ് 13.00335. C14 2 × 10⁻⁻10 14.00317. അതുപോലെ തന്നെ ഫ്രം ദി അബോവ് ഡേറ്റ ആവറേജ് അറ്റോമിക് മാസസ് ഫോർ അതർ എലിമെൻറ്റ്സ് ക്യാൻ ബി കാൽക്കുലേറ്റ്. അതുപോലെ തന്നെ C12 കണ്ടുപിടിച്ചതുപോലെ തന്നെ നൈട്രജൻ്റെയും ഹൈഡ്രജൻ്റെയും ഒക്കെ ആവറേജ് അറ്റോമിക് മാസ് കാൽക്കുലേറ്റ് ചെയ്യപ്പെടുന്നു. നെക്സ്റ്റ്, മോളിക്കുലാർ മാസ്. മോളിക്കുലാർ മാസ് ഇസ് ദ സം ഓഫ് അറ്റോമിക് മാസസ് ഓഫ് ദി എലിമെൻറ്റ്സ് പ്രസൻറ്റ് ഇൻ എ മോളിക്യൂൾ. ഒരു മോളിക്യൂളിൽ അടങ്ങിയിരിക്കുന്ന അറ്റോമിക് മാസസിൻ്റെ, ഒരു മോളിക്യൂൾസിലെ എലിമെൻസിൻ്റെ അറ്റോമിക് മാസസ് സം ചെയ്യുന്നതിനാണ് മോളിക്കുലാർ മാസ് എന്ന് പറയുന്നത്. ഇറ്റ് ഈസ് ഒബ്റ്റൈൻഡ് ബൈ മൾട്ടിപ്ലൈയിങ് ദ അറ്റോമിക് മാസ് ഓഫ് ഈച്ച് എലമെൻറ്റ് ബൈ ദ നമ്പർ ഓഫ് ഇറ്റ്സ് എലമെൻറ്റ്സ്. അറ്റോമിക് മാസിനെ നമ്പർ ഓഫ് അതിൻ്റെ ആറ്റവുമായിട്ട് മൾട്ടിപ്ലൈ ചെയ്യും ആൻഡ് ദെൻ ആഡിങ് ദം ടുഗദർ, എന്നിട്ട് ആഡ് ചെയ്യുകയാണ് ചെയ്യുന്നത്. ഫോർ എക്സാമ്പിൾ, മോളിക്കുലാർ മാസ് ഓഫ് CH4 മീതെ വിച്ച് കണ്ടെയ്ൻസ് 1 കാർബൺ ആറ്റം ആൻഡ് 4 ഹൈഡ്രജൻ ആറ്റം. മോളിക്കുലാർ മാസ് ഓഫ് CH4 കണ്ടുപിടിക്കാൻ 12.011 കാർബണിൻ്റെ മാസ് എന്ന് പറയുന്നത് 12.011 പ്ലസ് 4 ഇൻറ്റു ഹൈഡ്രജൻ്റെ മാസ്. 4 ഹൈഡ്രജൻ ആറ്റാണുള്ളത്. 4 ഇൻറ്റു 1.008. ആൻസർ ഈസ് 16.043 യൂണിഫൈഡ് മാസ്. അതുപോലെ തന്നെയാണ് വാട്ടറിൻ്റെയും നമുക്ക് കണ്ടുപിടിക്കാൻ കഴിയുന്നത്. H2O ആണ്. അപ്പോൾ 2 ഇൻറ്റു 1.008 പ്ലസ് 16, ദാറ്റ് ഈസ് 18.02 യൂണിഫൈഡ് മാസ്. നെക്സ്റ്റ് ഈസ് ഫോർമുല മാസ്. ഇൻ ദ കേസ് ഓഫ് അയോണിക് കോമ്പൗണ്ട്സ്, സോഡിയം ക്ലോറൈഡ് പോലുള്ള അയോണിക് കോമ്പൗണ്ട്സ് എങ്ങനെയാണ് അതിൻ്റെ പാക്കിംഗ് എന്ന് പറയുന്നത്? സോഡിയം പ്ലസ് അയോൺസും ക്ലോറൈഡ് അയോൺസുമായിട്ടാണ് അത് പാക്ക് ചെയ്യപ്പെട്ടിരിക്കുന്നത്. ദർ ഇസ് നോ ഡിസ്ക്രീറ്റ് മോളിക്യൂൾസ്, സെപ്പറേറ്റ് ആയിട്ടുള്ള മോളിക്യൂൾസ് ഒന്നുമില്ല. ഹിയർ ദ പോസിറ്റീവ് അയോൺസും നെഗറ്റീവ് അയോൺസ് എല്ലാം ഒരു 3 ഡയമെൻഷണൽ സ്ട്രക്ചറിലി ഹെൽഡ് ചെയ്യുകയാണ്. ഒരു 3 ഡയമെൻഷനിലായിട്ടാണ് അതിനെ അറേഞ്ച് ചെയ്തിരിക്കുന്നത്. സോ വി ക്യാൻ കാൽക്കുലേറ്റ് ഒൺലി ഫോർമുല മാസ് ബൈ ടേക്കിംഗ് മോളിക്കുലാർ ഫോർമുല ഓഫ് ദ കോമ്പൗണ്ട്. അതിൻ്റെ മോളിക്കുലാർ ഫോർമുല ഉപയോഗിച്ചിട്ട് അതിൻ്റെ ഫോർമുല മാസ് മാത്രമേ നമുക്കവിടെ കാൽക്കുലേറ്റ് ചെയ്യാൻ പറ്റുള്ളൂ. സോഡിയം ക്ലോറൈഡ് എന്ന് പറയുമ്പോൾ NaCl. To calculate the formula mass instead of molecular mass as in the solid state. Formula mass sodium chloride is atomic mass of sodium plus atomic mass of chlorine. Chlorine atomic mass plus sodium atomic mass. അതായത് 23U plus 35.5, that is 58.5 unified mass. This is the formula mass of sodium chloride. Next, മോൾ കൺസെപ്റ്റ്. നമ്മൾ സാധാരണ 1 ഡസൻ എന്ന് പറയുമ്പോൾ എത്രയാണ്? 12 എണ്ണത്തെയാണ് ഒരു ഡസൻ എന്ന് പറയുന്നത്. ഒരു സ്കോർ എന്ന് പറഞ്ഞാൽ അത് 20 നമ്പറാണ്, 20 എണ്ണം. അതുപോലെ ഗ്രോസ് എന്ന് പറഞ്ഞാൽ 144. ഇതേ കൺസെപ്റ്റാണ് മോൾ കൺസെപ്റ്റിലും യൂസ് ചെയ്യുന്നത്. 1 മോൾ കണ്ടെയ്ൻസ് എക്സാക്ട്ലി 6.022 ഇൻറ്റു 10⁻23 ആണ്. ദിസ് നമ്പർ ഈസ് ദ ഫിക്സഡ് ന്യൂമറിക്കൽ വാല്യൂ ഓഫ് ദി അവഗാഡ്രോ കോൺസ്റ്റൻറ്റ് Na. ഫിക്സഡ് ആയിട്ടുള്ള ഒരു ന്യൂമറിക്കൽ വാല്യൂ ആണ്. യൂണിറ്റ് പെർ മോൾ ആൻഡ് ഈസ് കോൾഡ് അവഗാഡ്രോ നമ്പർ. എൻ്റെ യൂണിറ്റ് എന്ന് പറയുന്നത് പെർ മോൾ. 1 മോൾ ഓഫ് ഹൈഡ്രജൻ ആറ്റം ഈക്വൽ ടു 6.022 ഇൻറ്റു 10⁻23 ആറ്റംസ്. 1 മോൾ ഓഫ് വാട്ടർ മോളിക്യൂൾസ് ആണ് ചോദിച്ചാലും 6.022 ഇൻറ്റു 10⁻23 വാട്ടർ മോളിക്യൂൾസ്. 1 മോൾ ഓഫ് സോഡിയം ക്ലോറൈഡ് 6.022 ഇൻറ്റു 10⁻23 ഫോർമുല യൂണിറ്റ്സ് ഓഫ് സോഡിയം ക്ലോറൈഡ്. ഇതാണ് മോൾ കൺസെപ്റ്റ് എന്ന് പറയുന്നത്. നെക്സ്റ്റ്, പേഴ്സൻറ്റേജ് കോമ്പോസിഷൻ. ഒരു അൺനോൺ ആയിട്ടുള്ള അല്ലെങ്കിൽ ഒരു പുതിയൊരു കോമ്പൗണ്ട് നമ്മളെ കയ്യിൽ കിട്ടുകയാണെങ്കിൽ നമ്മൾ ആദ്യം
ചോദിക്കുന്നത്. വാട്ട് ഈസ് ദ ഫോർമുല ഓർ വാട്ട് ആർ ഇറ്റ്സ് കോൺസ്റ്റുവൻറ്റ് ആൻഡ് ഇൻ വാട്ട് റേഷ്യോ ആർ ദേ പ്രസൻറ്റ് ഇൻ ദ ഗിവൺ കോമ്പൗണ്ടിൽ. എങ്ങനെയായിരിക്കും നമുക്കറിയില്ല ഏത് കളർലെസ് ആയിട്ടുള്ളയോ ഏതെങ്കിലും ഒരു കോമ്പൗണ്ട് കിട്ടിക്കഴിഞ്ഞാൽ നമ്മൾ അതിനകത്ത് എന്തൊക്കെ അടങ്ങിയിട്ടുണ്ട്, അതിൻ്റെ റേഷ്യോ എങ്ങനെയാണ്, ഇതൊക്കെ ആയിരിക്കും നമ്മൾ ചോദിക്കുന്നത്. അപ്പം നമുക്കറിയാവുന്ന കോമ്പൗണ്ട് ആണെങ്കിൽ പോലും നമ്മൾ ആദ്യം നോക്കുന്നത് തന്നിട്ടുള്ള കോമ്പൗണ്ടിൽ പ്യുവർ സാമ്പിളിലേതുപോലെ സെയിം പെർസെൻറ്റേജ് എലിമെൻറ്റ്സ് ആണോ ഉള്ളത് എന്നാണ്. സാമ്പിളിൽ തന്നിട്ടുള്ളത് പോലെ സെയിം പെർസെൻറ്റേജ് ഓഫ് എലിമെൻറ്റ്സ് ആണോ. അപ്പോൾ നമുക്ക് ഒന്ന് കൺസിഡർ ചെയ്യാം. അണ്ടർസ്റ്റാൻഡ് ഇറ്റ് ബൈ ടേക്കിംഗ് എക്സാമ്പിൾ ഓഫ് ഹൈഡ്രജൻ വാട്ടറിൽ ഉള്ളത് ഹൈഡ്രജൻ ആൻഡ് ഓക്സിജൻ. മാസ് പെർസെൻറ്റേജ് ഓഫ് ആൻ എലമെൻറ്റ് എന്ന് പറയുന്നത് മാസ് ഓഫ് ദാറ്റ് എലമെൻറ്റ് ഇൻ ദ കോമ്പൗണ്ട്. ആ കോമ്പൗണ്ടിലെ ആ എലമെൻറ്റിൻ്റെ ഗിവൺ എലമെൻറ്റിൻ്റെ മാസ് ഡിവൈഡഡ് ബൈ മോളാർ മാസ് ഓഫ് ദി കോമ്പൗണ്ട് ഇൻറ്റു 100. മോളാർ മാസ് ഓഫ് വാട്ടർ എന്ന് പറയുന്നത് 18.02 gram ആണ്. മാസ് പെർസെൻറ്റേജ് ഓഫ് ഹൈഡ്രജൻ കണ്ടുപിടിക്കാൻ 2 × 1.008 ബൈ 18.02 ഇൻറ്റു 100 ദാറ്റ് ഈസ് ഈക്വൽ ടു 11.18. അല്ല, മാസ് പെർസെൻറ്റേജ് ഓഫ് ഓക്സിജൻ കണ്ടുപിടിക്കുമ്പോൾ നേരത്തെ 2 × 1.008 കൊടുത്തെടുത്ത് നമ്മളിവിടെ ഓക്സിജൻ്റെ മാസ് എടുക്കുന്നു 16 ബൈ 18.02 ഇൻറ്റു 100 ദാറ്റ് ഈസ് ഈക്വൽ ടു 88.79. ഇനി മറ്റൊരു എക്സാമ്പിൾ, വാട്ട് ഈസ് ദ പെർസെൻറ്റേജ് ഓഫ് കാർബൺ, ഹൈഡ്രജൻ ആൻഡ് ഓക്സിജൻ ഇൻ എത്തനോൾ. എത്തനോൾ എന്ന് പറയുന്ന കോമ്പൗണ്ടിൻ്റെ പെർസെൻറ്റേജ് കണ്ടുപിടിക്കുക. കാർബണിൻ്റെയും ഹൈഡ്രജൻ്റെയും ഓക്സിജൻ്റെയും പെർസെൻറ്റേജ് കോമ്പോസിഷൻ കണ്ടുപിടിക്കുകയാണെങ്കിൽ മോളിക്കുലർ ഫോർമുല ഓഫ് എത്തനോൾ ആദ്യം എഴുതുന്നു C2H5OH. ഇനി മോളാർ മാസ് ഓഫ് എത്തനോൾ, എത്തനോളിൻ്റെ മോളാർ മാസ് 2 × കാർബണിൻ്റെ 12.01 പ്ലസ് 6 × 1.06 എന്ന് ഉദ്ദേശിച്ചത് ഹൈഡ്രജൻ ഇവിടെ C2H5 5 പ്ലസ് OH H, അപ്പോൾ 6 × 1.008 പ്ലസ് ഓക്സിജൻ 60 ദാറ്റ് ഈസ് 46.068 gram. ഇനി മാസ് പെർസെൻറ്റേജ് ഓഫ് കാർബൺ കണ്ടുപിടിക്കാൻ കാർബണിൻ്റെ 24.02 2 കാർബൺ ആണുള്ളത് 24.02 gram ഡിവൈഡഡ് ബൈ ടോട്ടൽ 46.068 ഇൻറ്റു 100 ദാറ്റ് ഈസ് ഈക്വൽ ടു 52.14%. മാസ് ഓഫ് ഹൈഡ്രജൻ 6 ഹൈഡ്രജൻ ആണുള്ളത്, അപ്പോൾ 6.048 ബൈ 46.068 ഇൻറ്റു 100 ദാറ്റ് ഈസ് 13.13%. മാസ് പെർസെൻറ്റേജ് ഓഫ് ഓക്സിജൻ ഈക്വൽ ടു 16 gram ബൈ 46.068 gram ഇൻറ്റു 100 ദാറ്റ് ഈസ് ഈക്വൽ ടു 34.73%. നെക്സ്റ്റ്, empirical formula and molecular formula. Empirical formula is the simplest formula which gives only the ratio of different elements present in the compound. വളരെ സിമ്പിളായിട്ടുള്ള ഫോർമുല. അതിനകത്ത് ആകെ ഉണ്ടായിരിക്കുന്നത് റേഷ്യോ ഓഫ് ഡിഫറെൻറ്റ് എലമെൻറ്റ്. ഒരു കോമ്പൗണ്ടിൽ അടങ്ങിയിട്ടുള്ള എലമെൻറ്റ്, ഡിഫറെൻ്റ് ആയിട്ടുള്ള എലമെൻറ്റിൻ്റെ റേഷ്യോ, അതാണ് എംപിരിക്കൽ ഫോർമുല എന്ന് പറയുന്നത്. ബട്ട് മോളിക്കുലർ ഫോർമുല എന്ന് പറയുന്നത് ഫോർമുല ഈസ് ദ ആക്ച്വൽ ഫോർമുല ദാറ്റ് ഗീവ്സ് ദ എക്സാക്ട് നമ്പർ ഓഫ് ഡിഫറെൻറ്റ് എലമെൻറ്റ്സ് പ്രസൻറ്റ് ഇൻ ദ സാമ്പിൾ. അതിലടങ്ങിയിട്ടുള്ള എലമെൻസിൻ്റെ എക്സാക്ട് നമ്പർ ഓഫ് ഡിഫറെൻറ്റ് എലമെൻറ്റ്സ് തന്നാൽ അതിനെയാണ് മോളിക്കുലർ ഫോർമുല എന്ന് പറയുന്നത്. ഫോർ എക്സാമ്പിൾ, എംപിരിക്കൽ ഫോർമുല ഓഫ് ഗ്ലൂക്കോസ് ഈസ് CH2. ഗ്ലൂക്കോസിൻ്റെ എംപിരിക്കൽ ഫോർമുല എന്ന് എഴുതാൻ പറഞ്ഞാൽ അത് CH2, കാർബൺ ഉണ്ട്, 2 ഹൈഡ്രജൻ, ഓക്സിജൻ. ഇറ്റ്സ് മോളിക്കുലർ ഫോർമുല എഴുതുമ്പോൾ C6H12O6 ബൈ ഇതിൽ നമുക്ക് പെർസെൻറ്റേജ് കോമ്പോസിഷൻ വെച്ചിട്ട് നമുക്ക് അതിൻ്റെ മോളിക്കുലർ ഫോർമുലയും എംപിരിക്കൽ ഫോർമുലയും നമുക്ക് കാൽക്കുലേറ്റ് ചെയ്യാൻ പറ്റും. ആണ് എംപിരിക്കൽ ഫോർമുല ആൻഡ് മോളിക്കുലർ ഫോർമുല. എംപിരിക്കൽ ഫോർമുല ഇസ് ദ സിംപ്ലസ്റ്റ് ഫോർമുല വിച്ച് ഗീവ്സ് ഓൺലി ദ റേഷ്യോ ഓഫ് ഡിഫറെൻറ്റ് എലിമെൻറ്റ്സ്. മോളിക്കുലർ ഫോർമുല എന്ന് പറയുന്നത് ആക്ച്വൽ ഫോർമുലയാണ് ദാറ്റ് ഗീവ്സ് ദ എക്സാക്ട് നമ്പർ. അതിനകത്ത് കറക്റ്റായിട്ടും പറഞ്ഞിട്ടുണ്ടായിരിക്കും കാർബൺ എത്ര, ഹൈഡ്രജൻ എത്ര, ഓക്സിജൻ എത്ര. മറ്റേത് എംപിരിക്കൽ ഫോർമുല എന്ന് പറഞ്ഞാൽ ഓൺലി റേഷ്യോ മാത്രമേ ഉണ്ടായിരിക്കുള്ളൂ, 1:2:1 എന്നുള്ള റേഷ്യോ മാത്രം. ഇനി നമുക്കൊരു പ്രോബ്ലം നോക്കാം. എ കോമ്പൗണ്ട് കണ്ടെയ്ൻസ് 4.07% ഹൈഡ്രജൻ, 24.27% carbon and 71.65% chlorine. Its molar mass is 98.96 gram. What are its molecular formula and empirical formula? അപ്പോൾ കുറച്ച് സ്റ്റെപ്പായിട്ട് പറയാം. ഫസ്റ്റ് സ്റ്റെപ്പ് നമ്മളിതിനെ മാസ് പെർസെൻറ്റിനെ ഗ്രാമിലേക്ക് മാറ്റുന്നു. ഫസ്റ്റ് സ്റ്റെപ്പ് മാസ് പെർസെൻറ്റേജിൽ തന്നേക്കുന്നതിനെ ഗ്രാമിലേക്ക് മാറ്റുന്നു. രണ്ടാമത് കൺവേർട്ട് ഇൻറ്റു നമ്പർ മോൾസ് ഓഫ് ഈച്ച് എലമെൻറ്റ്, ഓരോന്നിൻ്റെ നമ്പർ മോൾസിലേക്ക് കൺവേർട്ട് ചെയ്യുന്നു. അടുത്തത് അതായത് മോൾസ് ഓഫ് ഹൈഡ്രജൻ ഈക്വൽ ടു 4.07 ഡിവൈഡഡ് ബൈ 1.008 ദാറ്റ് ഈസ് ഈക്വൽ ടു
4.04. മോൾസ് ഓഫ് കാർബൺ എന്ന് പറയുന്നത് 24.27 ബൈ 12.01 ഈക്വൽ ടു 2.021. മോൾസ് ഓഫ് ക്ലോറിൻ 71.65 divided by 35.453, that is equal to 2.021. Then step 3, divide each of the mole value by the smallest number against them. അതിലുള്ള smallest number കൊണ്ട് ഡിവൈഡ് ചെയ്യുന്നു. അങ്ങനെ നമുക്ക് റേഷ്യോ 2:1:1, HCl, ഹൈഡ്രജൻ, കാർബൺ, ക്ലോറിൻ, അതിനെ 2:1:1 എന്നുള്ള റേഷ്യോയിലേക്ക് മാറ്റുന്നു. അതായത് ഇൻ കേസ് ദ റേഷ്യോ എന്ന് പറയുന്നത് ഹോൾ നമ്പേഴ്സ് അല്ലെങ്കിൽ നമ്മൾ അതിനെ ഒരു സ്യൂട്ടബിൾ ഹോൾ നമ്പേഴ്സ് ആക്കി മാറ്റുകയാണ്. അതായത് ഒരു സ്യൂട്ടബിൾ കോഎഫിഷ്യൻ്റ് കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്ത് ഒരു സ്യൂട്ടബിൾ ആയിട്ടുള്ള ഹോൾ നമ്പറിലേക്ക് മാറ്റും. ഇവിടെ ആ പ്രശ്നമില്ല. നെക്സ്റ്റ് ഫോർത്ത് സ്റ്റെപ്പ് എന്ന് പറയുന്നത് റൈറ്റ് ഡൗൺ ദ എംപിരിക്കൽ ഫോർമുല. അപ്പോൾ നമ്മൾ ആ റേഷ്യോ കിട്ടിക്കഴിഞ്ഞു. 2:1:1, അതായത് HCl, അതിനെ C:HCl എഴുതുമ്പോൾ 1:2:1 എന്ന് പറയുന്ന ആ ഒരു റേഷ്യോയിലേക്ക് കിട്ടി. ഇനി നെക്സ്റ്റ് ഫിഫ്ത്ത് സ്റ്റെപ്പ് റൈറ്റ് ഡൗൺ ദ മോളിക്കുലർ ഫോർമുല എഴുതാം. ഫോർ CH2Cl എംപിരിക്കൽ ഫോർമുല മാസ് എന്ന് പറയുന്നത് 49.48. ഡിവൈഡ് മോളാർ മാസ് ബൈ എംപിരിക്കൽ ഫോർമുല. മോളാർ മാസിനെ എംപിരിക്കൽ ഫോർമുല കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ 98.96 ഡിവൈഡഡ് ബൈ 49.48, ദാറ്റ് ഈസ് 2 കിട്ടും. ഇനി ആ 2 വെച്ചിട്ട് എംപിരിക്കൽ ഫോർമുല മൾട്ടിപ്ലൈ ചെയ്യുന്നു. എംപിരിക്കൽ ഫോർമുല CH2Cl ആണ്. അതിന് 2 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ C2H4Cl2. ഇതാണ് മോളിക്കുലാർ ഫോർമുല എന്ന് പറയുന്നത്. അപ്പോൾ നമുക്ക് ആ കോമ്പൗണ്ട് കിട്ടിക്കഴിഞ്ഞു. കോമ്പൗണ്ട് എന്ന് പറയുന്നത് C2H4Cl2, ഡൈക്ലോറോ ഇതേ. ഇതാണ് കോമ്പൗണ്ട് എന്ന് പറയുന്നത്. നെക്സ്റ്റ് സ്റ്റോയിഷ്യോമെട്രി ആൻഡ് സ്റ്റോയിഷ്യോമെട്രിക് കാൽക്കുലേഷൻസ്. The word stoichiometry is derived from 2 Greek words. 2 ഗ്രീക്ക് വേർഡിൽ നിന്നാണ് വന്നത്. സ്റ്റോയിഷ്യോൺ മീനിങ് എലമെൻറ്റ്, മെട്രോൺ മീനിങ് മെഷർ. Stoichiometry deals with the calculations involving the masses or volumes of reactant and product. റിയാക്റ്റൻറ്റിൻ്റെയും പ്രോഡക്റ്റിൻ്റെയും മാസ് അല്ലെങ്കിൽ വോളിയം ഇൻവോൾവ് ആയിട്ടുള്ള കാൽക്കുലേഷനെയാണ് സ്റ്റോയിഷ്യോമെട്രി എന്ന് പറയുന്നത്. ഇത് സിമ്പിൾ. നെക്സ്റ്റ് കമ്പഷൻ ഓഫ് മീഥേൻ. കമ്പഷൻ ഓഫ് മീഥേൻ. മീഥേൻ്റെ ഒരു ബാലൻസ്ഡ് ഇക്വേഷൻ നോക്കാം. CH4 + 2O2 gives CO2 + 2H2O. മീഥേൻ എല്ലാം ഗ്യാസാണ്. റിയാക്റ്റൻസും പ്രോഡക്ട്സും എല്ലാം ഗ്യാസാണ്. മീഥേൻ ഓക്സിജനുമായിട്ട് കമ്പഷൻ നടന്നിട്ട് കാർബൺ ഡൈ ഓക്സൈഡും വാട്ടറും ഫോം ചെയ്യുന്നു. ഇതിൽ CH4 ആൻഡ് ഓക്സിജൻ എന്ന് പറയുന്നത് റിയാക്റ്റൻസും കാർബൺ ഡൈ ഓക്സൈഡ് പ്ലസ് വാട്ടർ എന്ന് പറയുന്നത് പ്രോഡക്ട്സുമാണ്. മീഥേൻ ആൻഡ് ഡയോക്സിജനെ പറയുന്ന പേരാണ് റിയാക്റ്റൻസ്. ആൻഡ് കാർബൺ ഡൈ ഓക്സൈഡ് ആൻഡ് വാട്ടറിനെയാണ് പ്രോഡക്ട്സ് എന്ന് പറയുന്നത്. ഇവിടെ കോഎഫിഷ്യൻസ് ഓക്സിജന് 2 ആൻഡ് വാട്ടർ, പ്രോഡക്റ്റിൽ വാട്ടറിന് കോഎഫിഷ്യൻ്റ് എന്ന് പറയുന്നത് 2. ഇതിനെയാണ് സ്റ്റോയിഷ്യോമെട്രിക് കോഎഫിഷ്യൻ്റ് എന്ന് പറയുന്നത്. സിമിലർലി കോഎഫിഷ്യൻ്റ് ഓഫ് മീഥേൻ ആൻഡ് കാർബൺ ഡൈ ഓക്സൈഡ് എന്ന് പറയുന്നത് 1 ആണ്. മീഥേൻ്റെയും കാർബൺ ഡൈ ഓക്സൈഡിൻ്റെയും കോഎഫിഷ്യൻ്റ് 1 ആണ്. ഓക്സിജൻ്റെയും വാട്ടറിൻ്റെയും കോഎഫിഷ്യൻ്റ് എന്ന് പറയുന്നത് 2 ആണ്. ഇതാണ് സ്റ്റോയിഷ്യോമെട്രിക് കോഎഫിഷ്യൻ്റ്. ഈ കെമിക്കൽ ഇക്വേഷൻ വെച്ചിട്ട് നമുക്ക് ചെറിയ കൺക്ലൂഷനിലെത്താം. 1 mole ഓഫ് CH4 ഗ്യാസ് റിയാക്ട്സ് വിത്ത് 2 moles ഓഫ് ഓക്സിജൻ ടു ഗീവ് 1 mole ഓഫ് കാർബൺ ഡൈ ഓക്സൈഡ് ആൻഡ് 2 moles ഓഫ് വാട്ടർ. 1 mole ഓഫ് മീഥേൻ 2 mole ഓഫ് ഓക്സിജനുമായിട്ട് റിയാക്ട് ചെയ്ത് 1 mole ഓഫ് കാർബൺ ഡൈ ഓക്സൈഡും 2 mole ഓഫ് വാട്ടറും ഫോം ചെയ്യുന്നു. ആൻഡ് ഫോളോയിങ് ഇൻഫർമേഷൻസ് ആർ ഒബ്റ്റെയിൻഡ് ഫ്രം കെമിക്കൽ ഇക്വേഷൻ. ഈ ഇൻഫർമേഷനെല്ലാം നമുക്ക് കിട്ടുന്നത് ഇക്വേഷനിലൂടെയാണ്. ഒരു ഇക്വേഷൻ എഴുതി കഴിഞ്ഞാൽ നമുക്ക് ഇത്രയും അതിൻ്റെ ഫിസിക്കൽ സ്റ്റേറ്റ്സ് എങ്ങനെയാണെന്ന് നോക്കാം. അതെല്ലാം ഗ്യാസ് ആണെന്ന് മനസ്സിലായി. നമ്പർ ഓഫ് മോൾസ് എത്രയാണെന്ന് മനസ്സിലാവാം. റിയാക്റ്റൻ്റ് എന്താണ്, പ്രോഡക്റ്റ് എന്താണ്, ഇതെല്ലാം നമുക്കൊരു ബാലൻസ്ഡ് ഇക്വേഷനിലൂടെ മനസ്സിലാവും. ഇനി നമുക്ക് കിട്ടിയ ഇൻഫർമേഷൻ എന്ന് പറഞ്ഞാൽ ആൻ ഐഡിയ അബൌട്ട് ദ റിയാക്റ്റൻസ് ആൻഡ് പ്രോഡക്ട്സ് ആൻഡ് ദെയർ ഫിസിക്കൽ സ്റ്റേറ്റ്. റിയാക്റ്റൻറ്റിനെ കുറിച്ചൊരു ഐഡിയ ഉണ്ട്, പ്രോഡക്റ്റിനെ കുറിച്ച് ഐഡിയ കിട്ടി, ഫിസിക്കൽ സ്റ്റേറ്റ് എന്താണെന്നുള്ളത് മനസ്സിലായി.
നെക്സ്റ്റ് an idea about the masses of reactants and product. പ്രോഡക്റ്റിലെയും റിയാക്റ്റൻറ്റിൻ്റെയും മാസസ് എത്രയാണ്. an idea about the number of moles and molecules of reactants and products. റിയാക്റ്റൻസിലെയും പ്രോഡക്ട്സിലെയും നമ്പർ ഓഫ് മോൾസ് ആൻഡ് മോളിക്യൂൾസ് എത്രയാണ്. an idea about the volumes of reactants and products at STP. വോളിയംസ് ഓഫ് റിയാക്റ്റൻറ്റിൻ്റെയും പ്രോഡക്റ്റിൻ്റെയും വോളിയം. ഇത്രയും ഐഡിയ നമുക്കൊരു ബാലൻസ്ഡ് കെമിക്കൽ ഇക്വേഷനിലൂടെ നമുക്ക് കിട്ടും. നെക്സ്റ്റ് ലിമിറ്റിംഗ് റിയേജൻറ്റ്. ഒരു ബാലൻസ്ഡ് ഇക്വേഷൻ നോക്കിയാൽ നമുക്ക് ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ മനസ്സിലാവും എന്ന് പറഞ്ഞു. അതുപോലെ തന്നെ പ്രോഡക്റ്റ് ഉണ്ടാവാൻ എത്ര ക്വാണ്ടിറ്റി റിയാക്റ്റൻറ്റ് വേണമെന്നും നമുക്കൊരു ഇക്വേഷനിലൂടെ മനസ്സിലാകാം. അപ്പോൾ കൂടുതൽ റിയാക്റ്റൻസ് ഉപയോഗിച്ചാൽ പോലും ഒരു പർട്ടിക്കുലർ ക്വാണ്ടിറ്റിയിൽ മാത്രമേ പ്രോഡക്റ്റ് ഉണ്ടാവുന്നുള്ളൂ. ബാക്കി ഇരിക്കുന്ന റിയാക്റ്റൻറ്റ് കംപ്ലീറ്റ് ഒരു ഫർദർ റിയാക്ഷൻ ഒന്നും നടക്കാതെ അത് വേസ്റ്റ് ആവുകയാണ് ചെയ്യുന്നത്. ദാറ്റ് ഈസ് ദ റിയാക്റ്റൻസ് വിച്ച് ഗെറ്റ് കൺസ്യൂംഡ് ഫസ്റ്റ് ലിമിറ്റ്സ് ദ എമൗണ്ട് ഓഫ് പ്രോഡക്റ്റ് ഫോംഡ് ആൻഡ് ഈസ് ദെയർഫോർ കോൾഡ് ലിമിറ്റിംഗ് റിയേജൻറ്റ്. ഒരു പർട്ടിക്കുലർ വരെ മാത്രമേ അതൊരു കുറച്ച് പർട്ടിക്കുലർ എമൗണ്ട് മാത്രമേ അത് പ്രോഡക്റ്റായിട്ട് കൺസ്യൂം ചെയ്യുള്ളൂ ഫസ്റ്റിൽ. അത് ബാക്കി എന്ത് ചെയ്യും, ബാക്കി അതൊരു പ്രോഡക്റ്റ് ഉണ്ടാവാതെ ആ പ്രൊഡക്ഷനെ ലിമിറ്റ് ചെയ്യുന്നു. അതിനെയാണ് ലിമിറ്റിംഗ് റിയേജൻറ്റ് എന്ന് പറയുന്നത്. ഫോർ എക്സാമ്പിൾ, in the reaction 2SO2 plus O2 gives 2SO3. All are gases. 2 moles of sulfur dioxide reacts completely with 1 mole of oxygen to form 2 moles of SO3. ഇവിടെ നമ്മൾ 10 moles of ഓരോ റിയാക്റ്റൻ്റ് എടുത്ത് കഴിഞ്ഞാൽ പോലും 10 moles of SO3 ഫോം ചെയ്യുന്നുള്ളൂ. ബാക്കി 10 moles of SO2 എന്ന് പറയുന്നത് requires only 5 moles of oxygen for the complete reaction. 5 moles of oxygen മതി കംപ്ലീറ്റ് റിയാക്ഷൻ നടക്കാൻ. 10 moles of SO2 എടുക്കുമ്പോൾ 5 moles of oxygen മതി. സോ ഹിയർ SO2 ഈസ് ദ ലിമിറ്റിംഗ് റിയേജൻറ്റ്. അപ്പോൾ ഇവിടെ ലിമിറ്റിംഗ് റിയേജൻറ്റ് എന്ന് പറയുന്നത് SO2 ആണ്. ആൻഡ് 5 moles of ബാക്കി 5 moles of oxygen റിമൈൻസ് അൺറിയാക്റ്റഡ് ആയിരിക്കും. അതായത് 10 moles of SO2ഉം 10 moles of oxygen നമ്മൾ റിയാക്ട് ചെയ്യിപ്പിച്ചാൽ 5 moles of ഓക്സിജൻ മാത്രമേ റിയാക്ട് ചെയ്യുന്നുള്ളൂ. ഇവിടെ ലിമിറ്റിംഗ് റിയേജൻറ്റ് എന്ന് പറയുന്നത് SO2 ആണ്. അതാണ് ബാക്കിയുള്ള ഓക്സിജൻ കംപ്ലീറ്റ് അൺറിയാക്റ്റഡ് ആയിരിക്കും. ഇതാണ് ലിമിറ്റിംഗ് റിയേജൻറ്റ് അല്ലെങ്കിൽ റിയാക്റ്റൻറ്റ് എന്ന് പറയുന്നത്. നെക്സ്റ്റ്, റിയാക്ഷൻസ് ഇൻ സൊല്യൂഷൻസ്. ലബോറട്ടറിയിൽ നടക്കുന്ന മെജോറിറ്റി റിയാക്ഷൻസ് എല്ലാം സൊല്യൂഷൻ രൂപത്തിലാണ് നടക്കുന്നത്. അതുകൊണ്ട് തന്നെ ഇറ്റ് ഈസ് ഇമ്പോർട്ടൻറ്റ് ടു അണ്ടർസ്റ്റാൻഡ് ആസ് how the amount of substance is expressed when it is present in the solution. എങ്ങനെ അത് എക്സ്പ്രസ് ചെയ്യും. The concentration of a solution or the amount of substance present in its given volume can be expressed in any of the following ways. അതിനകത്ത് അടങ്ങിയിരിക്കുന്ന സൊല്യൂട്ട് ഏത് തരത്തിലാണ് എന്ന് നമുക്ക്, അതായത് എത്രത്തോളമാണ് എന്ന് എക്സ്പ്രസ് ചെയ്യുന്നത് പല തരത്തിലൂടെയാണ്. അതിലെ ഫസ്റ്റ് വൺ എന്ന് പറയുന്നതാണ് മാസ് പെർസെൻ്റ് ഓർ വെയ്റ്റ് പെർസെൻറ്റേജ്. ഇനി ഒരു സൊല്യൂഷൻ എടുത്തു കഴിഞ്ഞാൽ, സൊല്യൂഷൻ എന്ന് പറയുമ്പോൾ ഹോമോജീനിയസ് സൊല്യൂഷനാണ്. ഹോമോജീനിയസ് സൊല്യൂഷനും ഹെറ്ററോജീനിയസ് ഉണ്ട്. ഹോമോജീനിയസ് സൊല്യൂഷൻ എന്ന് പറഞ്ഞാൽ ഒരു ഹോമോജീനിയസ് മിക്സ്ചർ കണ്ടെയ്നിങ് 2 or more കമ്പോണൻസ് ആണ് ഹോമോജീനിയസ് സൊല്യൂഷൻ. അങ്ങനെയായിരിക്കും. ദ കമ്പോണൻറ്റ് വിച്ച് ഈസ് പ്രസൻറ്റ് ഇൻ ലാർജർ ക്വാണ്ടിറ്റിയിൽ അടങ്ങിയിട്ടുള്ള കമ്പോണൻറ്റിനെയാണ് സോൾവെൻ്റ് എന്ന് പറയുന്നതും കുറഞ്ഞ അളവിൽ അടങ്ങിയിരിക്കുന്ന കമ്പോണൻറ്റിനെ സൊല്യൂട്ട് എന്ന് പറയുന്നത്. അതായത് നമ്മളൊരു ഗ്ലാസ് വാട്ടറിൽ 1 ടീസ്പൂൺ ഷുഗർ ഇട്ട് കഴിഞ്ഞാൽ വാട്ടർ എന്ന് പറയുന്നത് സോൾവെൻറ്റ്, ഷുഗർ എന്ന് പറയുന്നത് സൊല്യൂട്ടായിരിക്കും. സബ്സ്റ്റൻസ് വിച്ച് ഈസ് ഡിസോൾവ്ഡ്, എന്താണോ ഡിസോൾവ് ആയത് അതിനെ സൊല്യൂട്ട് എന്ന് പറയും. എന്തിലാണോ സൊല്യൂട്ട് സോലുബിൾ ആയത് അതാണ് സോൾവെൻ്റ് എന്ന് പറയുന്നത്. സോഡിയം ക്ലോറൈഡ് സൊല്യൂഷനിലാണെങ്കിൽ വാട്ടർ എന്ന് പറയുന്നത് സോൾവെൻറ്റും സോഡിയം ക്ലോറൈഡ് എന്ന് പറയുന്നത് സൊല്യൂട്ടും ആയിരിക്കും. ഇനി വൺ ഓഫ് ദ മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് ടേംസ് റിലേറ്റഡ് ടു സൊല്യൂഷൻ. ഒരു സൊല്യൂഷൻ എടുത്തു കഴിഞ്ഞാൽ നമുക്കതിൻ്റെ കോൺസെൻട്രേഷൻ എന്താണെന്ന് അറിയണം. അതായത് എത്രത്തോളം സൊല്യൂട്ട് ആ തന്നിട്ടുള്ള വോളിയം ഓഫ് സൊല്യൂഷനിൽ പ്രസൻ്റ് ആണ്, അതാണ് കോൺസെൻട്രേഷൻ എന്ന് പറയുന്നത്. ഇറ്റ് ഈസ് ഡിഫൈൻഡ് ആസ് ദ എമൗണ്ട് ഓഫ് സൊല്യൂട്ട് പ്രസൻറ്റ് ഇൻ എ ഗിവൺ വോളിയം ഓഫ് സൊല്യൂഷൻ. തന്നിട്ടുള്ള ഒരു ഗ്ലാസ് വാട്ടറിൽ 1 സ്പൂൺ ഷുഗർ ഇട്ട് കഴിഞ്ഞാൽ ആ 1 സ്പൂൺ എന്ന് പറയുന്നതാണ് അതിലെ കോൺസെൻട്രേഷൻ, ആ സൊല്യൂഷൻ്റെ കോൺസെൻട്രേഷൻ എന്ന് പറയുന്നത്. The concentration of a solution or the amount of substance present in its given volume can be expressed in following ways. First one is mass percent. Mass percent is defined as the number of parts solute present in 100 parts by mass of solution. Mass percent equal to
മാസ് ഓഫ് സൊല്യൂട്ട് ബൈ മാസ് ഓഫ് സൊല്യൂഷൻ ഇൻറ്റു 100. പെർസെൻറ്റേജ് കണ്ടുപിടിക്കുമ്പോൾ ഒരു സൊല്യൂഷനിൽ എത്ര സൊല്യൂട്ട്, മാസ് ഓഫ് സൊല്യൂട്ട് ബൈ മാസ് ഓഫ് സൊല്യൂഷൻ ഇൻറ്റു 100. നെക്സ്റ്റ് വൺ ഈസ് mole fraction. It is defined as the ratio of the number of moles of a particular component to the total number of moles of the solution. Total number of moles of solutionൽ number of moles of solute എത്ര, അതാണ് mole fraction എന്ന് പറയുന്നത്. അതായത് ബി എന്ന് പറയുന്ന സബ്സ്റ്റൻസിൽ അതിൽ നമ്പർ ഓഫ് മോൾസ് എന്ന് പറയുന്നത് NB, ഒരു എ എന്ന് പറയുന്ന ഒരു സബ്സ്റ്റൻസ് ആഡ് ചെയ്യുകയാണ്. ആ എ എന്ന് പറയുന്ന സബ്സ്റ്റൻസിൻ്റെ നമ്പർ ഓഫ് മോൾസ് എന്ന് പറയുന്നത് NA ആണെങ്കിൽ മോൾ ഫ്രാക്ഷൻ കണ്ടുപിടിക്കാൻ നമ്പർ ഓഫ് മോൾസ് ഓഫ് ദ കമ്പോണൻറ്റ് ബൈ ടോട്ടൽ നമ്പർ ഓഫ് മോൾസ് ഓഫ് ഓൾ ദ കമ്പോണൻറ്റ്സ്. മോൾ ഫ്രാക്ഷൻ ഓഫ് എ കണ്ടുപിടിക്കാൻ നമ്പർ ഓഫ് മോൾസ് ഓഫ് എ ബൈ നമ്പർ ഓഫ് മോൾസ് ഓഫ് ദ സൊല്യൂഷൻ. നമ്പർ ഓഫ് മോൾസ് ഓഫ് സൊല്യൂഷൻ എന്ന് പറയുമ്പോൾ രണ്ടും കൂടെ മിക്സ് ചെയ്ത് കഴിഞ്ഞാൽ NA + NB ആണ്. അതായത് NA ബൈ NA + NB. അതുപോലെ മോൾ ഫ്രാക്ഷൻ ഓഫ് ബി കണ്ടുപിടിക്കാൻ നമ്പർ ഓഫ് മോൾസ് ഓഫ് ബി ബൈ നമ്പർ ഓഫ് മോൾസ് ഓഫ് സൊല്യൂഷൻ NB ബൈ NA + NB. നെക്സ്റ്റ് molarity. It is defined as the number of moles of the solute in 1 liter of solution. 1 ലിറ്റർ സൊല്യൂഷനിൽ എത്ര നമ്പർ ഓഫ് മോൾസ് ഓഫ് സൊല്യൂട്ട് ഉണ്ട്. നമ്പർ ഓഫ് മോൾസ് ഓഫ് സൊല്യൂട്ട് ബൈ വോളിയം ഓഫ് സൊല്യൂഷൻ ഇൻ ലിറ്റർ N/V. മൊളാരിറ്റി ക്യാപിറ്റൽ ലെറ്റർ എമ്മിലാണ് ഡിനോട്ട് ചെയ്യുന്നത്. ദാറ്റ് ഈസ് ഈക്വൽ ടു N/V. N ഈസ് ദ നമ്പർ ഓഫ് മോൾസ് ഓഫ് സൊല്യൂട്ട് ബൈ വോളിയം ഓഫ് ദ സൊല്യൂഷൻ ഇൻ ലെറ്റർ V. നെക്സ്റ്റ് മൊളാലിറ്റി. മൊളാലിറ്റി സ്മോൾ ലെറ്റർ എം ആണ്. ഇറ്റ് ഈസ് ഡിഫൈൻഡ് എസ് ദ നമ്പർ ഓഫ് മോൾസ് ഓഫ് സൊല്യൂട്ട് പ്രസൻറ്റ് ഇൻ 1 kg ഓഫ് സോൾവെൻറ്റ്. 1 കിലോഗ്രാം സോൾവെൻറ്റിൽ എത്രത്തോളം നമ്പർ ഓഫ് മോൾസ് ഓഫ് സൊല്യൂട്ട് പ്രസൻ്റ് ആണ്, അതാണ് മൊളാലിറ്റി എന്ന് പറയുന്നത്. ദാറ്റ് ഈസ് ഈക്വൽ ടു നമ്പർ ഓഫ് മോൾസ് ഓഫ് സൊല്യൂട്ട് ബൈ മാസ് ഓഫ് സോൾവെൻറ്റ് ഇൻ കിലോഗ്രാം. മൊളാരിറ്റി ഡിപ്പെൻസ് ഓൺ ടെമ്പറേച്ചർ. മൊളാരിറ്റി എപ്പോഴും ടെമ്പറേച്ചറിന് ഡിപ്പെൻഡ് ആയിരിക്കും. ബിക്കോസ് ഇറ്റ് ഈസ് റിലേറ്റഡ് ടു വോളിയം വിച്ച് ചേഞ്ചസ് വിത്ത് ടെമ്പറേച്ചർ. ടെമ്പറേച്ചർ മാറുന്നതനുസരിച്ച് വോളിയത്തിൽ ചേഞ്ച് വരും. അപ്പോൾ അതെപ്പോഴും ടെമ്പറേച്ചറിനെ ഡിപ്പെൻഡ് ചെയ്താണ് ഇരിക്കുന്നത്. ടെമ്പറേച്ചറിൽ അങ്ങോട്ടോ ഇങ്ങോട്ടോ മാറ്റം വരികയാണെങ്കിൽ വോളിയത്തിൽ ചേഞ്ചസ് ഉണ്ടാവും. ബാക്കിയുള്ളതെല്ലാം നേരത്തെ പറഞ്ഞ മാസ് പെർസെൻറ്റേജ് മോൾ ഫ്രാക്ഷൻ ഇതൊന്നും ടെമ്പറേച്ചർ ഇൻഡിപെൻഡൻ്റ് ആണ്. പക്ഷേ മൊളാലിറ്റി മാത്രം ടെമ്പറേച്ചർ ഡിപ്പെൻഡൻ്റ് ആണ്. അപ്പോൾ ഇത്രയാണ് നമ്മുടെ സം ബേസിക് കൺസെപ്റ്റ്സ് ഓഫ് കെമിസ്ട്രി എന്ന് പറയുന്ന ചാപ്റ്ററിലെ അടങ്ങിയിരിക്കുന്ന കണ്ടൻസ്. എല്ലാവർക്കും മനസ്സിലായി കാണുമെന്ന് വിശ്വസിക്കുന്നു. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. താങ്ക് യു.